Thank you, doctors, in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1511 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സുപരിചിതയായ ഡോക്ടർ നിത്യ PS ആണ്. ഇന്നത്തെ വിഷയം PCOC syndrome, polycystic ovarian syndrome ഇതിനെ കുറിച്ചാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടറുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നിത്യ ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടർ. ഹോസ്റ്റ് ആണ്. ഓക്കെ ഒന്നുകൂടെ ഓക്കെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് PCOD അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ്. അപ്പം ഈ PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുത്തു എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സിനാറിയോയിൽ ഭയങ്കര കോമൺ ആണ് അല്ലേ? 10ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ തൊട്ടേ ഈ PCOS കാണുന്നുണ്ട്. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് സിൻഡ്രോം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ചേർന്നിട്ട് ഒരു ഡിസീസിന്റെ പേര് പറയുകയാണ് വിത്ത് എ ലോട്ട് ഓഫ് സിംറ്റംസ്. ആ സിംറ്റംസിനെ എല്ലാം കൂടെ ചേർത്ത് ഒരാളിൽ കാണുമ്പോൾ ദാറ്റ്സ് കോൾഡ് എ സിൻഡ്രോം. അപ്പൊ അതേപോലത്തെ സിൻഡ്രോം ആയിട്ടാണ് PCOS പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് PCODയെ പറ്റി നമ്മളെ പോലത്തെ ഹോമിയോ ഡോക്ടേഴ്സിന് എല്ലാം നന്നായിട്ട് അറിയാം. പക്ഷേ ഈ PCODയുടെ ബേസിക് എന്താണ്, എവിടുന്ന് തുടങ്ങുന്നു, ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഇതിന്റെ കോമൺ മെഡിസിൻസ് ഏതൊക്കെയാണ്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ നമുക്ക് PCOD അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, UC അബ്ഡമൻ ചെയ്യാൻ പറഞ്ഞു, വി ഗോട്ട് ദ റിസൾട്ട്. ചിലപ്പം വി സീ ഇറ്റ് ആസ് പോളിസിസ്റ്റിക് ഓവറി, ചിലപ്പോൾ നെക്ലേസ് പാറ്റേണിലായിരിക്കും, ചിലപ്പോൾ കുറച്ച് 2-3 സിസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ വൈ ഇറ്റ്സ് കമ്മിങ് ആൻഡ് വാട്ട്സ് ബേസിക് കോസ്, എന്തുകൊണ്ടാണ് ഈ PCOD വരുന്നത്, ഇത് എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെ, ഹൗ ഇറ്റ്സ് ക്യൂറബിൾ വിത്ത് ഹോമിയോപ്പതി, ഈസ് ഇറ്റ് ക്യൂറബിൾ വിത്ത് ഹോമിയോപ്പതി, ഹോമിയോ ശാസ്ത്രത്തിന് ഈ PCODയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെ ചെയ്യാൻ പറ്റുമോ, ദാറ്റ് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് നമ്മുടെ ഈ പ്രസന്റേഷൻ. അതായത് ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറഞ്ഞതിനകത്ത് ഹോമിയോപ്പതിക്കകത്തുള്ള പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PCODയുമായിട്ട് വരുന്ന ആൾക്കാര്, ഇപ്പൊ കുഞ്ഞു കുട്ടികളിൽ പണ്ടെന്ന് പറയുന്ന PCOD ഒരു ശരിക്കും റിപ്രഡക്റ്റീവ് ഏജിൽ PCOD തുടങ്ങുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നിരുന്നാലും പണ്ടത്തെ കാലത്ത് ഒരു 25-ന് ശേഷമുള്ള ആൾക്കാരിലെ PCOD നമ്മൾ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ കുഞ്ഞു കുട്ടികളിൽ, അതായത് ഒരു 10ാം ക്ലാസ് തൊട്ടേ ഉള്ള കുട്ടികളിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ട് മേപ്പോട്ട് എപ്പോൾ വേണമെങ്കിലും PCOD കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ കോസ് എന്താണ്, ഈ PCOD എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ ഫോർ ദാറ്റ് ഇസ് നത്തിങ് മോർ ദാൻ ദ സ്ട്രെസ്. കാരണം എന്താ, നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ എനിക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് വാട്ട് ഐ ഡിഡ് വാസ് ദാറ്റ് ഞാൻ കുറെ കുട്ടികളുടെ കേസ്, എൻട്രൻസ് പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ കേസസ് എടുത്തിട്ട്, എൻട്രൻസിന് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളിലും എൻട്രൻസിന്റെ റിസൾട്ട് വന്നവരും ഇപ്പൊ ജോയിൻ ചെയ്ത കുട്ടികളിലുമുള്ള കുറേ സ്റ്റഡീസിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ എൻട്രൻസിൽ സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ മാത്സ് ഗ്രൂപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ IIT പോലത്തെ പരീക്ഷകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആ ഏജിൽ, റിപ്രഡക്റ്റീവ് ഏജിലുള്ള കുട്ടികളിൽ ഭയങ്കര കൂടുതലായിട്ട് ഈ PCOD കാണുന്നു. അതിന് എന്ത് നമുക്ക് മനസ്സിലാക്കാം, ഇതിന്റെ കാരണം അല്ലെങ്കിൽ ബേസിക് കോസ് എന്ന് പറഞ്ഞാൽ എവിടുന്നാ തുടങ്ങുന്നത്, ദാറ്റ് ഈസ് ഫ്രം ദ മൈൻഡ്. അതായത് സ്ട്രെസ് അത്രയ്ക്ക് കൂടുകയാണ്. അപ്പോ ഈ PCODയുടെ പ്രധാന കാരണക്കാരൻ ആരാണ്, അതാണ് അടുത്ത സ്റ്റഡി നമുക്ക് വേണ്ടത്. അതിന്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, ഏതൊക്കെ ആൻഡ്രോജൻസ് ആണ് PCODയിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ആൻഡ്രോജൻസിനകത്ത് ടെസ്റ്റോസ്റ്റിറോണും ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണുമാണ് ദ ബേസിക് ഹോർമോൺസ് ദാറ്റ് ലീഡ് ടു PCOD. അപ്പം ടെസ്റ്റോസ്റ്റിറോണും ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണും എവിടുന്ന് വരുന്നു, അതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത്. അത് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഓവറിക്കകത്ത് തന്നെ ദർ ഇസ് ബോത്ത് മെയിൽ ഹോർമോൺസ് ആൻഡ് ഫീമെയിൽ ഹോർമോൺസ് നമ്മുടെ ഫീമെയിൽ ഓവറീസിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ചില മെയിൽ ഹോർമോൺസും ഉണ്ട്, ചില ഫീമെയിൽ ഹോർമോൺസും ഉണ്ട്. ബട്ട് അതിന്റെ ഒരു ബാലൻസ്ഡ് അവസ്ഥയാണ് നമ്മൾ സ്ത്രീയാക്കി നിർത്തുന്നത്. അപ്പൊ ആ ബാലൻസിനകത്ത് വേരിയേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ
സ്ത്രീകളിൽ മെയിൽ ഹോർമോൺസിന്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പൊ മെയിൽ ഹോർമോൺസിന്റെ എമൗണ്ട് നമ്മുടെ ബോഡിക്കകത്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫീമെയിൽസിൽ ദേ ഷോ ദ സിംറ്റംസ് ഓഫ് എ മെയിൽ. മെയിലിന്റെ പല സിംറ്റംസും കാണിക്കാൻ തുടങ്ങും ഫീമെയിൽസിൽ. എന്ന് പറയുമ്പോൾ ഈ ആൻഡ്രോജൻസ് എവിടെ നിന്നൊക്കെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ്രോജൻസ് മെയിൻ ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഫ്രം ദ ഓവറി ആൻഡ് ഓൾസോ ഫ്രം ദ അഡ്രിനൽ ഗ്ലാൻഡ്. നമുക്കറിയാം അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന സാധനം, കിഡ്നിയുടെ പുറത്തിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ആങ്കറിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ്. ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് ഹോർമോൺസ് സെക്രീറ്റ് ഹാവിംഗ് ആങ്കർ പ്രോപ്പർട്ടീസ്. അതായത് മെയിലിന്റെ കൂടുതൽ സിംറ്റംസ് പെൺകുട്ടി കാണിക്കാൻ തുടങ്ങും. എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഹിർസ്യൂട്ടിസം. പിന്നെ മെൻസസിനകത്ത് ഹിർസ്യൂട്ടിസം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? ഡെപ്പോസിഷൻ ഓഫ് ദ ഹെയർ ഗ്രോത്ത്. എവിടെയൊക്കെ? ചെസ്റ്റിൽ വരാം, ബാക്കിൽ വരാം, ഫേസിൽ വരാം. അങ്ങനെ മെയിൽസിന് എവിടെയൊക്കെ ദർ മേ ബി ഹെയർ ഗ്രോത്ത് ഉണ്ടോ അതേപോലത്തെ ഭാഗങ്ങളിലെല്ലാം സ്ത്രീകളിൽ ഈ ഹെയർ ഗ്രോത്ത് കാണപ്പെടുന്നു. അത് ഒരു സിംറ്റം. പിന്നെ എന്തൊക്കെ കാണിക്കാം ഈ PCOD-ക്കകത്ത്? ആക്നി, മുഖത്ത് മൊത്തം മുഖക്കുരുകൾ. പിന്നെ മെയിൽസിനകത്തുള്ള എന്താണ്? ബാൾഡ്നെസ്. അതായത് മുടി കഷണ്ടി, സ്കാൽപ്പിലൊക്കെ ബാൾഡ്നെസ് വരാനുള്ള സാധ്യത. കുട്ടികളെ, ഫീമെയിൽ കുട്ടികളെ നമ്മുടെ അടുത്ത് വരുമ്പോൾ കാണാം മുടി ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും, പക്ഷെ നടുക്ക് ഉണ്ടാവില്ല. അപ്പോ എന്താണ് ഇതിന്റെ കാരണം? വൈ ഇറ്റ്സ് ഹാപ്പനിങ് എന്നുള്ളതാണ് ഈ PCOD എന്ന് പറയുന്ന സാധനം. അതായത് ഇതിന്റെ കുറെ ഒരു എന്താ പറയുന്നത്, ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആൻഡ് ഇറ്റ്സ് ഹാവിംഗ് കോംപ്ലിക്കേഷൻസ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. PCOD എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന PCOD-ക്ക് എന്താ കുഴപ്പം? ഒരു സിസ്റ്റ് ലൈക്ക് പാറ്റേൺ ഇസ് കമ്മിങ്, ഐദർ നെക്ലസ് പാറ്റേൺ ഓർ സിംഗിൾ 2-3 സിസ്റ്റ്. അപ്പൊ ആ സിസ്റ്റിനെ പൊട്ടിച്ച് കളഞ്ഞാൽ PCOD അങ്ങ് പോയല്ലോ. നോ, ദാറ്റ്സ് നോട്ട് ദ ആൻസർ. കാരണം ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ള, ഇപ്പൊ നമ്മൾ USC അബ്ഡമൻ ചെയ്തു, അപ്പൊ നമുക്ക് സിസ്റ്റ് കണ്ടു. അപ്പൊ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിലോട്ട് പോകുമ്പോൾ വാട്ട് ദ ഗൈനക്കോളജിസ്റ്റ് ഡു ഫോർ ദം ഇസ് ദാറ്റ് ആ സിസ്റ്റ് പൊട്ടിക്കാനുള്ള ഹോർമോൺസിനെ അവർ കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? സിസ്റ്റ് പൊട്ടും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ആള് പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സിസ്റ്റ് പൊട്ടിയിട്ടുണ്ട്. സോ ദേ വിൽ ബി ഹാപ്പി. ദേ വിൽ ഫീൽ ദാറ്റ് ഓ ശരി, എന്റെ യൂട്രസ് ഇസ് ഓക്കെ ആൻഡ് എവറിത്തിങ് കെയിം ബാക്ക് ടു നോർമൽ. അത് ശരിക്കും ദാറ്റ്സ് ഇല്യൂഷൻ ഉള്ളി. അത് അങ്ങനെ സംഭവിക്കുന്നില്ല. അതെന്താ സംഭവിക്കുന്നത്? ദാറ്റ്സ് ടെമ്പററി. ആ സിസ്റ്റ് പൊട്ടിപ്പോയിട്ടേ ഉള്ളൂ. വാട്ട് ഹാപ്പൻ? എഗെയിൻ പിന്നെയും എന്ത് ചെയ്യും? സിസ്റ്റ് ഫോം ചെയ്യും. എഗെയിൻ ദ പേഷ്യന്റ് വിൽ ബിക്കം PCOS, വിൽ ഷോ സിംറ്റംസ് ഓഫ് PCOS. അപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കേസിനകത്ത് ഈ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യേണ്ടത്. മെലിഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുകയാണ്. ഒരു പ്രാവശ്യം മെൻസസ് ആയി, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് മെൻസസ് ആകുന്നില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം, 1, 2, 3 പ്രാവശ്യം മെൻസസ് ആയി, പിന്നെ കുട്ടി മെൻസസ് ആകുന്നില്ല. മൊത്തമുള്ള 12 മാസത്തിൽ ഒരു 8 മാസം 9 മാസം ഒക്കെ മെൻസസ് ആവും. ബാക്കിയുള്ള 4 മാസം മിസ്സിംഗ് ആണ്, മെൻസസ് ആകുന്നില്ല. ഇനി മെൻസസ് ആയാൽ എങ്ങനെയായിരിക്കും? ആയിക്കഴിഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ there will be scanty flow, ഒന്നെങ്കിൽ മെൻസസ് ഫ്ലോ ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ ഹെവി ഫ്ലോ ആയിരിക്കും. അതായത് ഒന്ന് സ്കാൻറ്റി ഫ്ലോ അല്ലെങ്കിൽ ഹെവി ഫ്ലോ. പിന്നെ എന്തൊക്കെ സംഭവിക്കാം? ഭയങ്കരമായ പ്രീമെൻസ്ട്രൽ ടെൻഷൻ ആയിരിക്കും. PMT ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കും? They'll be showing many signs of the premenstrual syndrome. പിന്നെ ബ്ലീഡിങ് ഭയങ്കര കൂടുതലായിരിക്കും. ഒന്നീ ഹെവി ബ്ലീഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിങ് തീരെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ പ്രൊളോങ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഷോർട്ട് ആയിരിക്കും. അങ്ങനെ മൊത്തത്തെ ഇറഗുലാരിറ്റീസ് ആയിരിക്കും ഈ PCOD-ക്കകത്ത് കാണിക്കുന്നത്. പിന്നീട് എന്തൊക്കെ കാണിക്കാം? പിഗ്മെന്റേഷൻ. എവിടെയൊക്കെ വരാം പിഗ്മെന്റേഷൻ? നമ്മുടെ ഫോൾസ്, സ്കിൻ ഫോൾസ്, മടക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈ പിഗ്മെന്റേഷൻ കാണിക്കാൻ തുടങ്ങും. നല്ല കറുത്ത പിഗ്മെന്റേഷൻസ് എടുത്തറിയിക്കാൻ പറ്റും. നെക്കിന്റെ ബാക്കില്, അതേപോലെ ദിസ് വൺ ഓൺ ദ ആം പിറ്റ്സ്, ലോയിൻസ്, ഗ്രോയിൻസ്, അങ്ങനത്തെ മടക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ there will be pigmentation. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ സിംറ്റംസ്. എന്നാലും നമുക്ക് ഇനി ഇതിന്റെ ഈ പറയുന്ന സാധനം എന്തുകൊണ്ട് ഈ PCOD വരുന്നു, അതിനൊരു കോസ് വേണം, അതിനൊരു കാരണം നമുക്കുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഓവറി എങ്ങനെയായിരിക്കും അപ്പയർ ചെയ്യുന്നത്? ഓവറിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഓവറി ചിലപ്പം ദേ മേ ബി ബിഗർ, ഹൈപ്പർട്രോഫിഡ് ഓവറി ആയിരിക്കും. ഓവറി കുറച്ച് നമ്മൾ സ്കാൻ റിപ്പോർട്ട് നോക്കുമ്പോൾ അറിയാം ഇവിടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ എന്താ ഉണ്ടാവുക? സ്മോൾ വാട്ടർ ഫിൽഡ് സാക്ക്, കുഞ്ഞു കുമ്മള പോലെ ഔട്ടർ എഡ്ജിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കും. ആ കുമ്മളയുടെ നമ്മൾ ഈ സിസ്റ്റ് നോക്കുമ്പോൾ, റീഡ് അബൌട്ട് ദ USP അബ്ഡമനകത്ത് നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഇംപ്രഷൻ നോക്കുമ്പോൾ ലാസ്റ്റ് നമുക്കൊക്കെ അറിയാം PCOD ഉണ്ടെന്ന്. അതല്ല നമ്മൾ നോക്കേണ്ടത്. വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദ യൂട്രസിന്റെ അവിടെ, ഓവറിയുടെ അവിടെ എന്തൊക്കെയാണ് ആ സിസ്റ്റിന് പറഞ്ഞിരിക്കുന്ന പ്രത്യേകതയെ നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മുടെ ഹോമിയോ മെഡിസിൻ ആക്ട് ചെയ്യുന്നത്. ദെയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹോമിയോ മെഡിസിൻ. അതായത് അത് വെള്ളമാണോ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് മാസാണോ ഉള്ളത്, എന്താണ് അതിനകത്ത് ഉള്ളതെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വായിച്ചു നോക്കും, വിൽ ഗെറ്റ് സം പോയിന്റ്സ്. അപ്പോൾ
ഇതിങ്ങനെ വാട്ടർ ഫിൽഡ് സാക്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വൈ ബിക്കമിങ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ മെയിൻ കോസ് ഹെറിഡിറ്ററി ആണ്. നമുക്ക് റൺ ഇൻ ഫാമിലീസ്. നമ്മൾ PCOD ഉള്ള കേസസ് നോക്കുമ്പോൾ ടേക്ക് ദി ബാക്ക് ഹിസ്റ്ററി മിക്കവാറും അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്ക് കാണാൻ സാധ്യത, കാരണം പണ്ടത്തെ കാലത്ത് UC അബ്ഡമൻ പരിപാടി വലുതായിട്ട് ഇല്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ വി ഹാവ് ടു ഗോ ഫോർ ദ ജെനറ്റിക് ഹിസ്റ്ററി. പിന്നെ എന്തൊക്കെ കൊണ്ടുവരാം? ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടും മേ ലീഡ് ടു PCOD. ഇപ്പൊ നമ്മൾ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പേഷ്യന്റ് കംസ് വിത്ത് PCOD, നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യം വീട്ടിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഡയബറ്റിക് ആണോ, അച്ഛനോ അമ്മയോ ഡയബറ്റിക് ആണോ, അതിൽ അമ്മ ഡയബറ്റിക് ആണോ, നമ്മൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കണം. അപ്പോൾ ഇതിനകത്ത് വരുന്ന സിംറ്റംസ് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഇറഗുലർ പീരിയഡ്സ്. അതെന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇറഗുലാരിറ്റി വന്നാലും നമ്മൾ റിപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ തലയിലോട്ട് പോയി ചെക്ക് ചെയ്ത് PCOD. മെലിഞ്ഞിരിക്കുന്ന ആളാണോ വണ്ണം വെച്ച ആളാണോ? ഈ ഒബസിറ്റി നമ്മൾ പറയുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൊച്ചൊരു പെൻസിലിന്റെ അത്രേ ഉള്ളൂ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ. പക്ഷെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. ഡിവോഴ്സ് ആയിട്ട് അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. ഈ കുട്ടിക്ക് മെൻസസ് നോർമൽ ആയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഡിവോഴ്സ്ഡ് ആയി, അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. എ ന്യൂ മാൻ കെയിം ടു ദിയർ ലൈഫ്. ആ സംഭവം നടന്നതിന് ശേഷം കുട്ടി മെൻസസേ ആയിട്ടില്ല. ആ കേസിന് സ്കാൻ ചെയ്ത റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ഇറ്റ് വാസ് പോസിറ്റീവ്. ആൻഡ് ഷി വാസ് സഫറിങ് ഫ്രം PCOD ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ സപ്രഷൻസ് ഒരു വലിയൊരു കോസാണ് ഫോർ ദിസ് PCOD. പിന്നെ ഞാൻ ആൻഡ്രോജൻസിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് മെഡിസിൻസിലോട്ട് പോകുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഒരു പ്രധാനം, കുറെ മെഡിസിൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കുറെ മെഡിസിൻസ് അറിയാം. നമുക്ക് പൾസാറ്റിൽ അറിയാം, ഗ്രാഫൈറ്റിസ്, അങ്ങനെ കുറെ മെഡിസിൻസ് നമുക്ക് അറിയാം. അങ്ങനെ അല്ലാതെ കുറച്ച് സ്പെസിഫിക് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കുറെ സ്പെസിഫിക് മെഡിസിൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നോസോഡ്സിന് സാർക്കോഡ്സിനകത്തും ഭയങ്കര ആക്ഷനുള്ള 2-3 ഡ്രഗ്സ് ഉണ്ട്. അതൊക്കെ കൂടെ ഞാൻ ഇതിനകത്ത് അഡപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ നിൽക്കട്ടെ. നമുക്ക് മെഡിസിനോട്ട് പോകുന്നതിന് മുമ്പ് കോംപ്ലിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു പേഷ്യന്റ് ഇസ് കമ്മിങ് ദാറ്റ് ദേ ഹാഡ് നോട്ട് കൺസീവ്ഡ്, നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും PCOD കാണും. അപ്പൊ ഈ PCODക്കകത്ത് വരുന്ന ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഫിൽഡ് സാക്സിനകത്ത് മെച്ചൂർ ആയിട്ടുള്ള മുട്ട വരുന്നില്ല. മെച്ചൂർ ആയിട്ടുള്ള എഗ്ഗ് വന്നാൽ മാത്രമേ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്താൽ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ മെച്ചൂർ ആയിട്ടുള്ള ഓവം അവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ആ സിസ്റ്റ് പൊട്ടണം. സിസ്റ്റ് പൊട്ടി അതിനകത്ത് മെച്ചൂർ ഓവം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കൺസീവ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, വൈ ഹോമിയോപ്പതി എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ഫോളിക്കൽ മെച്ചുറേഷനെ സഹായിക്കുന്ന പല ഹോർമോൺസിന്റെയും മെസ്സേജ് ഷുഡ് കം ഫ്രം ദി ബ്രെയിൻ. ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വന്നാൽ മാത്രമേ ആ ഓവം മെച്ചുറായി പുറത്തേക്ക് വരത്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഇമോഷണൽ ബ്ലോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലോ, ഇമോഷണൽ സ്ട്രക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഷോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഐ ഹാഡ് എ കേസ് വേർ ദർ വാസ് എ ഗേൾ കെയിം വിത്ത് PCOD. ഒരു കേസ് വന്നു. അത് PCOD, ആ കുട്ടിക്ക് PCOD ആയിരുന്നു. പക്ഷെ അതിന്റെ ആ ഇമോഷണൽ കോസ് എടുത്തെടുത്ത് പോയപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു, അത് സൈക്കോളജിക്കകത്ത് പറഞ്ഞൊരു പ്രസന്റേഷൻ ആയിരുന്നു. അതായത് ആ കുട്ടിയുടെ അമ്മയുടെ ബ്രദർ ആ കുട്ടിയെ അബ്യൂസ് ചെയ്തു. അപ്പം ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഷി വാസ് ഷോക്ക്ഡ്. അപ്പം ആ കുട്ടി കുറെ ഹോമിയോ ഡോക്ടേഴ്സ് ഇതൊക്കെ പോയിട്ടാ വന്നത്. അപ്പൊ കുറെ മെഡിസിൻസ് സാധാരണ ഹോമിയോ ഡോക്ടേഴ്സ് കൊടുക്കാൻ പറ്റുന്ന എല്ലാ മെഡിസിൻസും അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1 മാസം ആകും, പിന്നെ ആകത്തില്ല. അപ്പം ദാറ്റ് വാസ് എ കേസ്. അപ്പൊ ആ കേസിനകത്ത് ഞാനത് ഇഗ്നേഷ്യ 10 ഒരു ഡോസ് കൊടുത്തപ്പോഴത്തേക്ക് ഒരു 6-8 മാസം വരെ ഒട്ടും ഇറഗുലർ ആവാതെ ആ കേസ് പോയി. അപ്പം ചില കേസസിനകത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ്, ഇമോഷണൽ ഷോക്സ് ആൻഡ് ഓൾ ദാറ്റ്, ചേഞ്ച് ഓഫ് ഇപ്പൊ നമ്മൾ പൊസിഷൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ആ സ്ഥലം മാറി ഹോസ്റ്റലിലേക്ക് വല്ലതും ഷിഫ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു. അപ്പം അങ്ങനെയുള്ള ഓരോ കേസിനുള്ള മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കോംപ്ലിക്കേഷൻസിലോട്ട് പോവാം. അതായത് കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഈ PCOD-യിൽ? ഞാൻ സംസാരിക്കുന്നത് സ്പീഡായി പോകുന്നുണ്ടോ മാഡം? ഇല്ല, വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പോ PCOD-ക്കകത്ത് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്പർ 1 ഈസ് ദിസ് ഇൻഫെർട്ടിലിറ്റി. അത് നേരത്തെ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുട്ട മെച്ചൂർ ആകുന്നില്ല. അപ്പം മുട്ട മെച്ചൂർ ആകാനുള്ള മെസ്സേജ് തലച്ചോറിൽ നിന്ന് വരുന്നില്ല. അപ്പൊ ഫെർട്ടൈൽ ഓവത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ തക്ക മെഡിസിൻസ് നമ്മുടെ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പം അതാണ് 1 കോംപ്ലിക്കേഷൻ. സെക്കൻഡ് 1,
ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് അതും വലിയൊരു കാരണമാണ്. കാരണം ഇപ്പോൾ ഓവർ മെച്ചർ ആകുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ അലോപ്പതി സിസ്റ്റത്തിലോട്ടൊക്കെ പോകുമ്പോൾ നാച്ചുറൽ വാട്ട് ദേ ഡു ഇസ് ദാറ്റ് ഈ ഓവർ മെച്ചർ ആയുള്ള മെഡിസിൻസ് ഹോർമോൺസിന്റെ സഹായത്തോടു കൂടി എന്ത് സംഭവിക്കും? മെഡിസിൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓവർ മെച്ചർ ആയിട്ട് വരും. ഓവർ മെച്ചർ ആയിട്ട് എഗ് വന്നിട്ട് ചിലപ്പോൾ IVF ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കൺസീവ് ചെയ്യാം. അപ്പൊ കുട്ടി എന്താവും? പ്രഗ്നന്റ് ആവും. പക്ഷേ ഷി വിൽ ഗോ ടു ദിസ് ഗെസ്റ്റേഷണൽ ഡയബറ്റീസിലോട്ട് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. PCOD ഉള്ള പേഷ്യൻസിന് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇനി ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നാൽ നമ്മൾ അതിന് ഉടനെ പോയി എന്താണ് ഡോണ്ട് ഗോ ഫോർ ഏതെങ്കിലും ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് എടുക്കുന്നതിനകത്ത് ഒരു കാര്യം അവിടെ ഇല്ല. എന്താ നമ്മൾ അവിടെ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ കേസ് ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ഗെസ്റ്റേഷണൽ പീരീഡിലോ അല്ലെങ്കിൽ ഈ മാരേജ് ഇഷ്യൂസോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ആ കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ സപ്രഷന്റെ കോസ് കണ്ടുപിടിച്ച് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊടുത്തുകൊണ്ട് ഡയറ്റും കൺട്രോൾ ചെയ്ത് പോയാൽ അത് നല്ലൊരു ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ് ആകാതെ നമുക്ക് അവിടെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇനി അപ്പം ഇത് പിന്നെ ഗെസ്റ്റേഷണൽ ഡയബറ്റീസിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ത് സംഭവിക്കാം? ഈ PCOD ഉള്ള പേഷ്യൻസിന് കുട്ടികൾ നേരത്തെ പ്രിമച്വർ ബർത്തിനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. PCOD ഉള്ള പേഷ്യൻസിന് പ്രഗ്നന്റ് ആവുമ്പോൾ അവർക്ക് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്നതോടൊപ്പം തന്നെ ആ കുട്ടി ഇമ്മച്വർ ആയിട്ട് ഒരു 6 മാസത്തിലോ 7 മാസത്തിലോ ഡെലിവറി ചെയ്യാനുള്ള സാധ്യത, പ്രിമച്വർ ബർത്തിനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് എന്ത് വരാം? നോൺ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത PCOD ഉള്ള പേഷ്യൻസിന് ഭയങ്കര കൂടുതലാണ്. നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതിന് നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് ലിവർ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത PCOD ഉള്ള പേഷ്യൻസിന് ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വൈ? ബിക്കോസ് ഈ PCOD ഉള്ള പേഷ്യൻസിന് നമ്മൾ സാധാരണ PCODക്ക് ഗോ ഫോർ ആൻ അലോപ്പതിക് ട്രീറ്റ്മെന്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ഹോർമോൺ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഗിവിംഗ് എ ലോട്ട് ഓഫ് ഹോർമോൺ ടാബ്ലറ്റ്സ്. ഓൾസോ അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രഗ് എന്ന് പറഞ്ഞ ആന്റി ഡയബറ്റിക് ഡ്രഗ് ഗ്ലൈസിഫേജ് ആണ് കൊടുക്കുന്നത്. PCODയുമായിട്ട് ചെല്ലുന്ന പല പേഷ്യൻസ് പ്രിസ്ക്രൈബിംഗ് ദിസ് ഗ്ലൈസിഫേജ്. അപ്പൊ എന്താ സംഭവിക്കുക? ലിവറിൽ ആവശ്യമില്ലാത്ത രോഗമില്ലാത്ത ഒരു സാധനത്തിനെ കയറ്റിയിട്ട് എന്താ ചെയ്യുന്നത്? ആ ഓവത്തിനെ മെച്ചൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തൊരു മരുന്നിനെ അകത്തോട്ട് കയറ്റുമ്പോൾ അത് എന്ത് ചെയ്യും? ലിവറിനെ ഡാമേജ് ചെയ്യും. സോ ദാറ്റ് വിൽ ലീഡ് ടു ദിസ് ഹെപ്പാറ്റിക് നോൺ ആൽക്കഹോളിക് ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? മെറ്റബോളിക് സിൻഡ്രോം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് സഫറിംഗ്, ഇപ്പൊ ചൈൽഡ് ഓർ എ ഗേൾ, ഭയങ്കര ഇപ്പൊ ചിലപ്പോൾ ഹോമിയോ ഡോക്ടേഴ്സിനൊക്കെ അറിയാമായിരിക്കും. ഫോർ ദ നോൺ ഹോമിയോ ഡോക്ടേഴ്സ് ആൻഡ് ഫോർ ദി ഹോമിയോ ലവേഴ്സ് ഐ എം എക്സ്പ്ലെയിനിങ് ദിസ്. അതായത് ഇപ്പൊ മെറ്റബോളിക് സിൻഡ്രോം അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. PCOD എന്നുള്ളതോ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതോ പിന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഈസ് ദാറ്റ് ദിസ് എന്താണ് മെറ്റബോളിക് സിൻഡ്രോം. എന്താ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന്? ജസ്റ്റ് ലൈക്ക് ദ PCOS, അതായത് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ PCOD ഉള്ള ഒരു പേഷ്യന്റ് ഇതിലോട്ട് ലീഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം സിംറ്റംസ് ആ PCOD ഉള്ള പേഷ്യൻസിൽ കാണാൻ തുടങ്ങും. പതുക്കെ എന്തൊക്കെയായിരിക്കും? BP. രണ്ടാമത് എന്താണ്? ഷുഗർ, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ലിപ്പിഡീമിയ, അതായത് ഹൈപ്പർ കൊളസ്ട്രോളീമിയ. ഇങ്ങനെ ഒരു കൂട്ടം മെറ്റബോളിക് ഡിസോർഡേഴ്സിന്റെ ഒരു കൂട്ടം ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് പറയുന്നതാണ് ദാറ്റ്സ് കോൾഡ് ആസ് മെറ്റബോളിക് സിൻഡ്രോം. പിന്നെ നെക്സ്റ്റ് എന്തൊക്കെ വരാം? അതായത് ടൈപ്പ് 2 ഡയബറ്റിസ്. യു നോ വാട്ട് ഇസ് ടൈപ്പ് 2 ഡയബറ്റിസ്? എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നമുക്ക് പിന്നീടുള്ള ഫ്യൂച്ചർ ലൈഫിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ പേഷ്യന്റ് പൂർണ്ണമായിട്ടും ഡയബറ്റിക്കിലോട്ട് ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് PCOD ലീഡ് ചെയ്യാൻ ചോദിച്ചാൽ സ്ലീപ്പ് ആപ്നിയ. നമുക്ക് എല്ലാം അറിയാം. ആപ്നിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെട്ടെന്ന് നമ്മുടെ പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുകയാണ്. എന്താ ഉറക്കത്തിൽ കിടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? സ്ലീപ്പ് ആപ്നിയ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് വെച്ചാൽ ഡീപ്പ് ആൻഷൈറ്റി, ഡിപ്രഷൻ, ആൻഷൈറ്റി. മനസ്സിനെ ഇതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ PCOD വിൽ ലീഡ് ടു ഡിപ്രഷൻ. PCOD പേഷ്യൻസിന് മിക്കവാറും ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ PCOD പേഷ്യൻസ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ദേ ആർ ഒബസ്. ആൻഡ് ഒബസിറ്റി ഇസ് എ സൈൻ ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷന്റെ ഒരാൾ മെലിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞ ഡിപ്രഷൻ ഒരു ദിവസം മൊത്തം PCODയുമായിട്ട് ലിങ്ക് ചെയ്തതല്ല, അല്ലാതെ എടുത്താൽ പോലും തീരാത്ത രീതിയിലുള്ള പ്രശ്നമാണ് ഡിപ്രഷൻ.
ഇന്നത്തെ സ്ത്രീകളിൽ PCOD ഇല്ലാത്ത 70% people are struggling, women are struggling from this PCOD or either fibroid or PCOD. എന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? The reason is that ഈ PCODയും ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രപ്രകാരം വി ഹാവ് എ ലോട്ട് ഓഫ് ചക്രാസ് അല്ലേ? നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ചക്രാസ് ഉണ്ട്. വിശുദ്ധി ചക്ര, അനാഹത ചക്ര, സ്വാധിഷ്ഠാന ചക്ര, മണിപുര ചക്ര, അങ്ങനെ ലോട്ട് ഓഫ് ചക്രാസ് ആർ ദേർ. ആൻഡ് ഒരു വിമൻ പാസിംഗ് ത്രൂ എ ലോട്ട് ഓഫ് ഇമോഷണൽ സ്ട്രെസ് ആൻഡ് ഓൾ ദാറ്റ് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അഫക്റ്റഡ് ഓർഗൻ ഈസ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. വിശുദ്ധി ഗ്രന്ഥിയാണ് ആദ്യം അടിച്ചു പോകുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു വിമൻ ഇസ് സ്ട്രഗ്ലിംഗ് ഫോർ എ ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് സപ്രഷൻ. പിന്നെ നെക്സ്റ്റ് ക്യാച്ച് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് സിംപ്ലി ഇത് യൂട്രസ്. യൂട്രസ് ഓവറി ഉറപ്പായിട്ടും പിടിക്കും. അതിൽ ആദ്യം പിടിക്കുന്ന ഏതായിരിക്കും? ട്രൂലി ഇറ്റ് വിൽ ബി ദ ഓവറി. ഓവറി ആയിരിക്കും ആദ്യം പിടിക്കുന്നത്. പിന്നെ ഏത് ഓർഗൻ ആയിരിക്കും പിടിക്കുന്നത്? പിന്നെ പിടിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി യൂട്രസ്. പിന്നെ പിടിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് യൂട്രസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ PCOD എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ ശരിക്കും PCOD അല്ലെ ഒരു കുഞ്ഞ് സിസ്റ്റായി അവിടെ കിടക്കുന്നു എന്ന് മാത്രമല്ല കണക്കാക്കേണ്ടത്. ഇത് മുഖത്ത് ഒരു സാധനം ഇപ്പൊ നമുക്ക് ഒരു സാധനമായിട്ട് കണ്ടു. ദാറ്റ് ഷോസ് ദാറ്റ് ഒരുപാട് സിസ്റ്റത്തിനെ ഇത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റിമൈൻഡർ ദിസ് പേഴ്സൺ ഇസ് പാസിംഗ് ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രെസ്, ഡു സംതിങ് ടു റിലീവ് ദ സ്ട്രെസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് സിംറ്റം മാത്രമാണ് ദിസ് PCOD. ദാറ്റ്സ് ഔട്ടർ സിംറ്റം. അപ്പൊ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ ഓരോരോ ഓർഗൻസിനും ഇതുപോലെ അഫക്റ്റഡ് ആവും. അപ്പൊ ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് വരാനുള്ള സാധനമാണ് ആൻഷൈറ്റി. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. PCOD ഉള്ള പേഷ്യൻസിന് നമുക്ക് കാണാൻ പറ്റും ദിൽ ബി ലോട്ട് ഓഫ് സ്ട്രെസ്. ഇപ്പൊ ചില കേസസിലൊക്കെ നമ്മുടെ മുന്നിലൊക്കെ ചില കേസസ് വരും. ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്ന അഡോൾസൻ ഏജിലായിരിക്കാം, ബട്ട് വയലന്റ് എബവ് സർട്ടൺ ലിമിറ്റ്. നമ്മൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗോ ഫോർ ദ തൈറോയ്ഡ് ചെക്ക് ആൻഡ് യൂസ് അബ്ഡമൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം ഈ പറഞ്ഞ കണക്ക് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് അത് മെന്റൽ ലെവലിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ ആ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതിന്റെ കോസ് എന്താണ് കണ്ടു. നമ്മൾ മെഡിസിൻ ഇപ്പൊ ഹോമിയോ മെഡിസിൻസ് കൊടുക്കുമ്പോൾ യൂഷ്വലി ഇപ്പൊ നമ്മൾ ഈയിടക്കൊക്കെ കുറെ ടോക്സ് ഒക്കെ വന്നിരുന്നു. അത് ഹോമിയോ മെഡിസിൻ ആക്ട് ചെയ്യുന്നുണ്ടോ, ഹോമിയോ മെഡിസിൻ ആക്ട് ചെയ്യുന്നില്ലേ, വെദർ ഇറ്റ്സ് എ ഫൂളറിസം ഓർ ഇറ്റ്സ് എ പ്ലാസിബോ, ലാൻഡ്സെറ്റിൽ വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ മൈ ക്വസ്റ്റൻ ഈസ് ദർ എനി അതർ സിസ്റ്റം അതർ ദാൻ ഹോമിയോപ്പതി വേർ പ്രൂവിംഗ് ഈസ് ഡൺ ഓൺ ഹ്യൂമൻ ബീയിങ്സ്? മനുഷ്യരിൽ പ്രൂവിംഗ് നടക്കുന്ന ഒരു ശാസ്ത്രം അതർ ദാൻ ഹോമിയോപ്പതി വേറെ ഏതെങ്കിലും ശാസ്ത്രത്തിലുണ്ടോ? പട്ടിയിലോ പൂച്ചയിലോ എലിയിലോ പാറ്റയിലോ പല്ലിയിലോ പ്രൂവിംഗ് നടത്തിയിട്ട് എന്താണ് കാര്യമിരിക്കുന്നത്? ഈ സാധനം ഒരു മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഏക ശാസ്ത്ര ഹോമിയോപ്പതിയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് വാട്ട് എവർ ബി ദ കോസ്, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണക്ക് മനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനം. എല്ലാ ഡിസീസും സൈക്കോസൊമാറ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആധുനിക കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സൈക്കോസൊമാറ്റിക് ആണെങ്കിൽ സൈക്കോയെ പിടിക്കാതെ എങ്ങനെ സൊമാറ്റിക്കിന് ഹീൽ ചെയ്യാൻ പറ്റും? ആൻഡ് സൈക്കോയെ പിടിക്കാനുള്ള ഒറ്റ ശാസ്ത്രം ദാറ്റ്സ് നൺ അതർ ദാൻ ഹോമിയോപ്പതി. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വാട്ട് ഐ സീ ഇൻ മൈ പ്രാക്ടീസ്, എന്റെ പ്രാക്ടീസ് നമ്മളൊക്കെ അത്രയും വലിയ പ്രാക്ടീഷണേഴ്സ് ഒന്നും അല്ല, ജൂനിയർ പ്രാക്ടീഷണേഴ്സ് ആണ്. ഒരുപാട് ബ്രില്യൻ പ്രാക്ടീഷണേഴ്സ് ഇവിടെ ഉണ്ട്. ബട്ട് വാട്ട് ഐ വിഷ് ടു സേ ഇസ് പല ആയുർവേദത്തിന്റെ അങ്ങേയറ്റത്തെ കേമന്മാര് ഡോക്ടറും കമ്മിങ് ടു ഹോമിയോപ്പതി. നമ്മുടെ ഇതൊക്കെ വന്ന് മെഡിസിൻ വാങ്ങുകയാണ്. അവർ ആയുർവേദത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കും, ബട്ട് ദേ വാണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ വാട്ട് എവർ ബി ദ കോസ്, റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിറ്റീവ്. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ സക്സസ്. അപ്പോ PCOD ചാടിപ്പോയി. സോ ഡിപ്രഷൻ, ആൻഷൈറ്റി, ഈറ്റിംഗ് ഡിസോർഡർ. ഇപ്പൊ ചില കുട്ടികളുടെ കേസസ് നമുക്ക് പറയും. PCOD കുട്ടികൾ കാണാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ in order to why eating disorder ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വൈ ദ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്? ബിക്കോസ് ചില കുട്ടികൾ ചുമ്മാ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കും, ചുമ്മാ ചവച്ചുകൊണ്ടേയിരിക്കും. ചില പേരൻസ് കമന്റ് ഡോക്ടർ ഒരു രക്ഷയില്ല. ഈ ഇടയ്ക്ക് ഒരു പേരന്റ് വന്നു പറഞ്ഞു, ഡോക്ടർ ഒരു കവറൊക്കെ ഒറ്റ അടിക്കുന്നു തിന്നു കളയും, വീണ്ടും അടുത്ത പാക്കറ്റ് ചോദിക്കും, കൊടുത്തില്ലേ വയലന്റ് ആവും, പിന്നെ എടുത്തു കൊടുക്കും. അപ്പൊ ഇത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സിംറ്റം ദാറ്റ് ദേ ആർ സ്ട്രഗ്ലിംഗ് ഫ്രം ആൻഷൈറ്റി. ടെൻഷൻ അത്രയ്ക്ക് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫുഡ് കഴിക്കുമ്പോൾ ചവയ്ക്കുമ്പോൾ ഇറ്റ്സ് റിലീവിംഗ് ദ സിംറ്റംസ്. അതുകൊണ്ടാണ് അവർ ചവച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് ഇതിൽ വരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് PCODയിൽ നിന്ന് എൻഡോമെട്രിയൽ ക്യാൻസറിലോട്ടും എൻഡോമെട്രിയൽ ക്യാൻസറിലോട്ടും പോകുന്ന കേസസ് ഒരുപാട് ഇപ്പൊ കാണുന്നുണ്ട്. ഒരുപാട് കേസസ്. ഈയിടയ്ക്ക് ഒരു കുട്ടിയുടെ കേസ് വന്നു. PCOD ആയിരുന്നു. ഷി വാസ് ടേക്കിംഗ് മെഡിസിൻ ഫ്രം എ ഗൈനക്കോളജിസ്റ്റ്, എ ഫേമസ് ഗൈനക്കോളജിസ്റ്റ്, ആൻഡ് ദേ ആർ
they are paying her 8,000 per month. ഒരു മാസം 8,000 രൂപ വെച്ച് ആ കൊച്ചിന് മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുക. എടുത്തു നോക്കിയപ്പോൾ മൊത്തം ഹോർമോൺ ഇടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കുക. ആൻഡ് ഷീ കെയിം. പെട്ടെന്ന് കുട്ടി വണ്ണമായിരുന്ന കുട്ടി പെട്ടെന്ന് മെലിഞ്ഞൊരു പെൻസിൽ പോലെ ഇപ്പൊ മെലിഞ്ഞ് കൊണ്ടേയിരിക്കുന്നു. ഐ സെഡ് ഗോ ഫോർ സ്കാൻ, ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് എല്ലാം പോകാൻ എഴുതി കൊടുത്തു. ആൻഡ് വാട്ട് ദ റിസൾട്ട് കെയിം ദാറ്റ് ഷീ സ്ട്രഗ്ലിംഗ് ഫ്രം ദിസ് എൻഡോമെട്രിയൽ ക്യാൻസർ. അപ്പൊ ഈ എൻഡോമെട്രിയൽ ക്യാൻസറിലേക്ക് വരെ ലീഡ് ചെയ്യാൻ ഉള്ള ഒരു തുടക്കമാണ്. അപ്പൊ ഒരു കുട്ടി PCOD എന്ന് കണ്ടാൽ what we should keep in mind is that see, a lot of symptoms are there behind. It's only just PCOD is only one presenting symptom. So that's all. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെഡിസിൻസിലോട്ട് ഒന്ന് പോകാം. അപ്പൊ മെഡിസിൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ മെഡിസിൻസ് ഉണ്ട്. അതർ ദാൻ ദാറ്റ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് മെഡിസിനും അതിന്റെ കുറച്ച് എന്താ പറയുന്നത് റെഡ് ലൈൻ സിംറ്റംസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ സ്ലോലി പോകാം. അതിന്റെ റെഡ് ലൈൻ മാത്രം ഒന്ന് സ്ട്രൈക്ക് ചെയ്ത്, കാരണം ഇതിന് പഠിക്കാത്ത രീതിയിൽ ഒന്ന് കാച്ചപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ സിംറ്റം പറയാം. സിംറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് ഡ്രഗ് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. അപ്പൊ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം എനി ടൈപ്പ് ഓഫ് ഓവേറിയൻ കംപ്ലൈന്റ്, ഏതെങ്കിലും ഒരു ഓവേറിയൻ കംപ്ലൈന്റ് വരികയാണ് ആഫ്റ്റർ എക്സ്പോഷ്യർ ടു കോൾഡ് വിൻഡ്, തണുത്ത കാറ്റടിച്ചതിന് ശേഷം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു കാറ്റടിച്ച ഉടനെ ഒവേറിയൻ സിസ്റ്റ് വരുമോ? ദാറ്റ് വിൽ ബി ക്വസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ട്. ഐ ഹാഡ് എ ഫ്രണ്ട്, എന്റെ ബാച്ചിൽ പഠിച്ചൊരു കുട്ടിയുണ്ട്. ഒരു വിദേശ രാജ്യത്തേക്ക് പോയിട്ട് അവിടെ പോയതിന് ശേഷം, അത് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം അവിടെ പോയിട്ട് എക്സ്പോഷ്യർ ടു കോൾഡ്, റെഗുലർ എക്സ്പോഷ്യർ ടു കോൾഡ് കൊണ്ട് ഒവേറിയൻ കംപ്ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ഇൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ഹോമിയോപ്പതിയിലുണ്ടോ? ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ്? അക്കോണൈറ്റ്. Aconite is a drug for ovarian complaints due to exposure to cold. Okay. Next, ini tumor of the ovary with constipation. ഓവറിക്കകത്ത് ട്യൂമർ ഉണ്ട്, പക്ഷെ പേഷ്യന്റ് സ്റ്റൂൾ ഒട്ടും പോകുന്നില്ല. നമ്മൾ PCOD ചെയ്ത് നോക്കി, നമ്മൾ വി ഗോ ഫോർ ദി USG abdomen, നമുക്ക് നോക്കിയപ്പോൾ ഓവറിക്കകത്ത് ട്യൂമർ ഉണ്ട്. ഫോർ ദാറ്റ് വാട്ട് ഈസ് ദ മെഡിസിൻ? അലൂമൻ ഇസ് ദ മെഡിസിൻ ഫോർ കോൺസ്റ്റിപ്പേഷൻ അസോസിയേറ്റഡ് വിത്ത് ഓവേറിയൻ ട്യൂമർ. ഓക്കെ, എല്ലാവർക്കും നമുക്ക് തോന്നുന്ന സജഷൻസ് എല്ലാം ഇട്ടോ, ബിക്കോസ് വിൽ ബിക്കം ആക്റ്റീവ്. ഒരാളിങ്ങനെ റേഡിയോ പറയുന്ന പോലെ പറഞ്ഞോണ്ടിട്ട് ബാക്കി എല്ലാവരും പകുതി ഉറങ്ങിയല്ലായിരുന്നു. അതോ ഉണ്ടോ? എല്ലാവരും ഉണർന്നിരിക്കുവാണോ? ഓക്കെ ഓക്കെ, മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പൊ ഉറങ്ങിയിട്ടില്ല. ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, ഇനി നമുക്ക് ഈ ഹോമിയോപ്പതിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് ലൈൻ സിംറ്റം ആണ് റൈറ്റ് ഓവറിക്ക് ഏതൊക്കെ, ലെഫ്റ്റ് ഓവറിക്ക് ഏതൊക്കെ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കൺകോമിറ്റന്റ് സിംറ്റം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ലെറ്റ് മീ സേ വൺ തിങ്, നമ്മളിപ്പോ ഈ ഹോമിയോപ്പതിക്കകത്ത് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വില കൊടുക്കുന്നു എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവർ പലരും വി ഡോണ്ട് നോ ദാറ്റ് വി കീപ്പിംഗ് ജുവൽസ് ആൻഡ് എന്താ പറയുന്നത്, നമ്മുടെ കയ്യിൽ സ്വർണ്ണ മുത്തുകളും പഴങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിനെ തപ്പിയെടുത്ത് കൊടുത്തു. ഹോമിയോപ്പതി ആരെന്ത് പറയുന്നു എന്നുള്ളത് ലീസ്റ്റ് കൺസേൺ. ഹോമിയോപ്പതി നല്ലതെന്ന് ആരെങ്കിലും പറയണമെന്നും ചീത്തയെന്ന് ആരെങ്കിലും പറയണമെന്നും ഒന്നും നമുക്കില്ല. ബട്ട് ഹോമിയോപ്പതി ഇസ് എ ട്രൂ സയൻസ്. എന്ന് വെച്ചാൽ അതിനകത്ത് ഉറപ്പായിട്ടും സക്സസ് പോയിന്റ് എന്ന് പറയുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ ആദ്യമൊക്കെ ബിഗിനേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു പേടിയാണ്, ഇതുകൊണ്ട് നടക്കുവോ പണി. പക്ഷെ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ലോട്ട് ഓഫ് പേഴ്സൺ കെയിം ആൻഡ് ടോൾഡ് മീ, എന്നുവെച്ചാൽ അവർക്ക് ഹോമിയോപ്പതിയിലോട്ട് വന്നിട്ട് ഹോമിയോപ്പതിക്കകത്ത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് വേറെ ടെസ്റ്റ് എഴുതി LDC ആയിട്ടൊക്കെ പോയ ആൾക്കാരുണ്ട്. ബട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോ അസിസ്റ്റന്റ് ഇന്ന ഓഫീസറായി അസിസ്റ്റന്റ്, പക്ഷേ ഈവൻ വൺ എ ഡേ പാസ് യുവർ ലൈഫ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ, സന്തോഷത്തോടു കൂടി ഒരു ദിവസം ഞങ്ങളുടെ മുന്നിൽ കൂടെ കടന്നു പോയിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇനി അടുത്ത ഡ്രഗ് റൈറ്റ് ഓവേറിയൻ കൺജഷൻ. നമ്മൾ സ്കാൻ നോക്കുമ്പോൾ ഈ കൺജഷൻ ഓഫ് ഓവറീസ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ആണ്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ഇൻഗോയിനൽ റീജിയനിൽ നല്ല പെയിൻ ഉണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കട്ടിംഗ് പെയിന് വേറെ മെഡിസിൻ ഉണ്ട്, റൈറ്റ് സൈഡ് ആക്ഷൻ വേറെ മെഡിസിൻ ആണ്. അതുപോലെ കൺകോമിറ്റൻസ് സിംപ്റ്റം ലോയിന്റെ പെയിൻ വരുന്ന വേറെ മെഡിസിൻ ആണ്, കാലിലോട്ട് പെയിൻ പോകുന്നതിന് വേറെ മെഡിസിൻ ആണ്. PCOD വിത്ത് ഈ പറഞ്ഞ ഓരോ സിംറ്റത്തിനും ചെറിയ കുഞ്ഞു ഡിഫറൻസിൽ മെഡിസിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് എന്ന് വെച്ചാൽ സോർനെസ് ഓഫ് ദി ഇൻഗോയിനൽ റീജിയൻ വിത്ത് ബേണിംഗ് ആൻഡ് സ്റ്റിങ്ങിങ് പെയിൻ. പക്ഷെ നമുക്ക് ഒരു പുകച്ചിൽ പോലെ അനുഭവപ്പെടുന്നുണ്ട്. എവിടാണ്? ഇൻഗോയിനൽ റീജിയന്റെ അവിടെ ഒരു ബേണിംഗ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഇൻഗോയിനൽ റീജിയന്റെ അവിടെ ദർ ഈസ് എ സ്വെല്ലിംഗ്, പിന്നെ ദർ ഈസ് നംനെസ് ഡൗൺ ദ തൈ. ഇത്രയും സിംറ്റംസ് വരുവാണെങ്കിൽ നംനെസ് ഡൗൺ ദ തൈ,
പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ഓവറി, ഓവറിക്കകത്ത് ഇൻഫ്ലമേഷനും കൊടുക്കാൻ പറ്റും. ഭയങ്കര സൂപ്പർ ഡ്രഗാണ് PCOD. ഇപ്പൊ നമുക്കൊന്നും ഒരു മെഡിസിൻ നമ്മുടെ തലയിൽ വരുന്നില്ല, ബ്ലൈൻഡ്ലി കൊടുത്തു നോക്കൂ, ദർ ബി സം ആക്ഷൻ. ദാറ്റ് ഡ്രഗ് ഈസ് എപ്പിസ്. ഭയങ്കര ആക്ഷനുള്ള ഡ്രഗാണ്, കൊടുത്തു നോക്കൂ, ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഡ്രഗ് ഈസ് എപ്പിസ്. അതായത് റൈറ്റ് സൈഡ് ഓവറി കംപ്ലൈന്റ് ആണ്, ഇൻക്വൽ റീജിയനിലോട്ട് പെയിൻ പോകുന്നുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്, പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറി ഉണ്ട്, കൺജഷൻ ഓഫ് ദ ഓവറി ഉണ്ട്, ഇഡിമ സ്വെല്ലിംഗ് കാണപ്പെടുന്നുണ്ട്. ഇൻക്വൽ റീജിയനിൽ ദൽബേ സ്വെല്ലിംഗ്, അങ്ങനത്തെ ഒരു സ്വെല്ലിംഗ് കാണപ്പെടുന്നത്, തൈയിലോട്ട് മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദ ഡ്രഗ് ഈസ് എപ്പിസ്. അപ്പൊ ഇനി നമുക്ക് സംശയം മറന്നു പോകേണ്ട കാര്യമേ ഇല്ല, ബ്ലൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഷോർലി. നെക്സ്റ്റ്, അടുത്തൊരു ഡ്രഗ് നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാത്തൊരു ഡ്രഗാണ്, പക്ഷെ അത് ഇറ്റ്സ് ഓൾസോ യൂസ്ഫുൾ ഫോർ ദിസ് ഒവേറിയൻ ഇതിന്. അതായത് ചുമ്മാ നമുക്ക് ഒരു മെഡിസിനും കിട്ടുന്നില്ല, ആൻഡ് ദ പേഷ്യന്റ് ഇസ് ഹാവിങ് സം, ഇപ്പൊ തൈറോയ്ഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളൊരു പേഷ്യന്റ് ആണ്, പേഷ്യന്റ് കുറച്ച് മെലിഞ്ഞിട്ടാണ്, അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ് ഓറം അയഡൈഡ്. ഓറം അയഡൈഡ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻ ആണ്. ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇസ് ഹാവിങ് സം തൈറോയ്ഡ് ഇഷ്യൂസ് and the patient is having hot sensation and the patient is emaciated, മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, ദാറ്റ്സ് ഹാവിങ് ovarian cyst. അപ്പൊ സാധാരണ നമ്മൾ ovarian cyst പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് തലയിലോട്ട് കയറി വരുന്ന എന്തൊക്കെയായിരിക്കും, കൽക്കരിയ കാർബ്, ഗ്രാഫൈറ്റിസ്, അങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ തലയിലോട്ട് കയറി വരുന്നത്. പക്ഷെ അങ്ങനത്തെ ഡ്രഗ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി വ്യത്യാസത്തിൽ കാണുന്ന ഒരു ഡ്രഗാണ് ദിസ് ഓറം അയഡൈഡ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തത് ഇത് ഓവറീസ് ഇൻഡ്യൂറേറ്റഡ് ആയിട്ടുള്ള ഓവറീസ് ആണെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് ഓറമെറ്റ്. കാരണം എന്തുകൊണ്ടാണ്, ഓവറീസ് ഇൻഡ്യൂറേറ്റഡ് ആയിട്ടുള്ള കേസസ് പിന്നെ നമ്മൾ കുറച്ച് ഈ മൈൻഡ് സിംറ്റംസ് കൂടെ കുറച്ച് നോക്കിക്കോണം. അതായത് ഇപ്പം എന്തെങ്കിലും ദേ ഹാവിങ് എനി സ്ട്രോങ് ഇമോഷണൽ ഷോക്ക്, അതിനുശേഷമാണ് ഇങ്ങനെ സിംറ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് ഓറമെറ്റ്. സിഫിലിറ്റിക് സിംറ്റംസ് പ്രോമിനന്റ് ആണ് എങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഓറമെറ്റ്. നെക്സ്റ്റ്, ഇനി അടുത്തൊരു ഡ്രഗ് പറയാം, അതായത് സിംറ്റംസ് ഞാൻ പറയാം. ദാറ്റ് ഈസ് അക്യൂട്ട് ഓവറൈറ്റിസ്. അക്യൂട്ട് ഓവറൈറ്റിസ് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും, നമുക്ക് പേഷ്യന്റ് കുറച്ചും കൂടെ സിംറ്റംസ് നമുക്ക് കുറച്ചും കൂടെ എന്താണ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. പിന്നെ ആ ഈ ഒവേറിയൻ റീജിയന്റെ അവിടെ ത്രോബിങ് സെൻസേഷൻ, ഒരു തുടിക്കുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ട്. ദെൻ ഒന്ന് പോവും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോവും, ഇടയ്ക്കിടയ്ക്ക് വരും, പോവും വരും, അങ്ങനെ അപ്പിയർ ഡിസപ്പിയർ, പിന്നെയും വരും, എഗെയിൻ വന്നുകൊണ്ടിരിക്കും. ഇത് ഏത് ഓവറി എഫക്റ്റഡ്? റൈറ്റ് സൈഡ് ഓവറി. റൈറ്റ് സൈഡ് ഓവറി നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞു, ഏതായിരുന്നു? എപ്പിസ് ആയിരുന്നു. ലൈക്ക് ദാറ്റ് ദിസ് ഓൾസോ റൈറ്റ് സൈഡ് ഓവറി എഫക്ഷൻ ആൻഡ് ബേണിംഗ് ഡൗൺ സെൻസേഷൻ. എപ്പിസിനെ പോലെ തന്നെ ദർ ബി ബേണിംഗ് ഡൗൺ സെൻസേഷൻ ഉള്ള ഒരു ഡ്രഗാണ് ദിസ് വൺ. വാട്ട് ഈസ് ദ ഡ്രഗ്? ദാറ്റ്സ് ബെൽഡോണ. ബെൽഡോണയാണ് ഡ്രഗ്. ബെൽഡോണയ്ക്കും എപ്പിസിനും ഒക്കെ നല്ല സൂപ്പർ ആക്ഷൻ ആണ് PCODക്ക്. അത് കുറച്ചും കൂടെ ഈ പറഞ്ഞ വയറുവേദന സഹിക്കാൻ വയ്യ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ബെൽഡോണ. പിന്നെ ഇനി അടുത്തൊരു കേസ് വെച്ചാൽ ഇപ്പൊ നമുക്ക് PCOD വന്നു ആൻഡ് പേഷ്യന്റ് പറയുന്നത് വേദന വന്നിട്ട്, PCOD ഉള്ള പേഷ്യന്റ് ആണ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒരുപാടുണ്ട്, ഭയങ്കര മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ്. ചില മാസം ആകത്തില്ല, ചില മാസം ആയിക്കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടാവും, തുടങ്ങിക്കഴിഞ്ഞാൽ 10-35 ദിവസം അങ്ങ് നിൽക്കും, എത്ര മെഡിസിൻ കൊടുത്താലും നിൽക്കത്തില്ല. അങ്ങനത്തെ കേസസ് ഒക്കെ വന്നിട്ട് ഇത് നമ്മൾ ചോദിക്കും ഇതിപ്പോ കുറയാൻ എന്ത് ചെയ്യും? വന്നിട്ട് വളഞ്ഞു നിൽക്കും, കട്ടിലിന്റെ പുറത്തൂടെ വളഞ്ഞു നിൽക്കും, ബെൻ ഡബിൾ ചെയ്യുമ്പോൾ അബ്ലറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കോളോസ് എന്താണ് ആ ഡ്രഗ്. അപ്പൊ ഇതെല്ലാം നമുക്ക് PCODക്കകത്ത് ഉപയോഗിക്കാം. മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുമ്പോൾ യൂസ് അബ്ഡമിനോട് ഒന്ന് നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇനി ഇൻഡ്യൂറേറ്റഡ് ഓവറീസ്, ഇപ്പൊ നേരത്തെ നമ്മൾ ഇൻഡ്യൂറേറ്റഡ് ഓവറീസിന്റെ കേസ് ഒരെണ്ണം പറഞ്ഞു, ഓറം അയഡൈഡ്. ലൈക്ക് ദാറ്റ് ദിസ് ഇൻഡ്യൂറേറ്റഡ് ഓവറീസ് എൻലാർജ്ഡ് ഓവറീസ്, ഹൈപ്പർട്രോഫിഡ് ഓവറീസ്. ഓവറി നോക്കുമ്പോൾ ഓവറി വീർത്തിരിക്കുകയാണ്, ലാൻസിനേറ്റിംഗ് പെയിൻ ആണുള്ളത്, ലാൻസിനേറ്റിംഗ് പെയിൻ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കേസ് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സെക്ഷൽ ഡിസയർ ആയിരിക്കും. പക്ഷേ സെക്ഷൽ ഡിസയർ ആണെങ്കിലും ആ സെക്ഷൽ ഡിസയർ ഗ്രാറ്റിഫൈ ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ യങ്ങർ ഡേയ്സിൽ ഐ നോ ഒരു കേസ് ഉണ്ട്, ഒരു കുട്ടി എപ്പോഴും വന്ന് പറയും ആ കൊച്ചിന് ഭയങ്കര സെക്ഷൽ ഡിസയർ ആണ്, അത് സെക്ഷൽ ഡിസയർ ഭയങ്കര കൂടുതലാണ്, പക്ഷേ ഷി ഡസന്റ് വാണ്ട് ടു ഗോ ടു എനി റിലേഷൻഷിപ്പ്, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പക്ഷെ അവർക്ക് ഭയങ്കര സെക്ഷൽ ഡിസയർ ആണ്. ഒരു കുട്ടിയുണ്ട്, ഹസ്ബൻഡ് ആക്സിഡന്റ് മരിച്ചുപോയി, വളരെ യങ്ങർ ഡേയ്സിലെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഡസന്റ് വോണ്ട് ടു, കാരണം വീട്ടിലുള്ളവർ കുട്ടിയെ വളർത്തി ജീവിക്കുന്ന പറയുന്നത്. ബട്ട് ഫോർ ദാറ്റ് കേസ് ഷീ ഈസ് ഹാവിങ് PCOD. അപ്പം അങ്ങനത്തെ ഒരു കേസിനകത്ത്
നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ ഇതിനകത്ത് വേറൊരു കേസും ഉണ്ട്. ദോസ് വിത്ത് ഹാവിംഗ് സെക്ഷൽ ഡിസയർ ആൻഡ് ദോസ് ആർ ഡൂയിങ് ഡിസയർ കൂടിയിട്ട് ഡൂയിങ് ദിസ് മാസ്റ്റർബേഷൻ കൂടുതലായിട്ട് ചെയ്തിട്ട് ഓവറൈറ്റിസ് വരുന്ന കേസ് സ്റ്റാഫീസ് അഗ്രിയാണ്. പക്ഷെ സെക്ഷൽ ഡിസയർ ഭയങ്കര കൂടുതലാണ്, പക്ഷെ അത് സപ്രസ് ചെയ്യണം. ദേ നോട്ട് ട്രൈങ് ഫോർ മാസ്റ്റർബേഷൻ ഉള്ള സപ്രസിങ് ആണെങ്കിൽ ദ ഡ്രഗ് ഈസ് കൊണിയം മാക്. അത് കൊണിയം മാക് ആണ്. അതാണ് കൊണിയം മാക്. നെക്സ്റ്റ്, ഇനി അടുത്തൊരു ഡ്രഗ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിസ് ആണ്. നമുക്കറിയാം ഗ്രാഫൈറ്റിസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഐ തിങ്ക് ദിസ് ഗ്രാഫൈറ്റിസ് അത് ലാസ്റ്റ് പറയുന്നുണ്ട്. ഗ്രാഫൈറ്റിസ്, സെപ്പിയ, കൽക്കേരിയ കാർബ്, പിന്നെ ലെസിത്തിനം, ഇങ്ങനത്തെ ഡ്രഗ്സ് നമ്മുടെ ഈ പിന്നെ നോസോഡ്സിനകത്ത് സാർക്കോഡ്സിനകത്ത് കുറേ സാധനങ്ങളുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതായത് ഒവേറിനം, പിന്നെ കുറേ സാധനങ്ങൾ ആസോസം സാർക്കോഡ് ആ ലിസ്റ്റിൽ കുറേ ഉണ്ട്. ലെസിത്തിനം, ഒവേറിനം, പിന്നെ അങ്ങനെ കുറെ ഡ്രഗ്സ് ഉണ്ട്. ലിബിഡോ കൂട്ടാനുള്ള ഒരു സാധനമുണ്ട്. അത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും തന്നെ എന്താണ് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ പിന്നെ ഈ PCODക്കകത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ്. ആ ശ്രേണി വരുന്ന ഒരാളാണ് ഗ്രാഫൈറ്റിസ്. എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റിസ് ഇത്ര യൂസ്ഫുൾ ആകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒബസിറ്റി. ഇവർ ഈ പറയുന്ന എല്ലാ സിംറ്റവും ആണ് നമ്മുടെ ഹോമിയോപ്പത്തിക് ഡ്രഗിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ വർഷങ്ങൾക്ക് 200 എത്രയോ 18th സെഞ്ചുറി 17th സെഞ്ചുറി ബാക്ക് ഒരു കുറച്ചായപ്പോ ഹനുമാൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് നമ്മുടെ ഫാദർ വന്നിട്ട് കണ്ടുപിടിച്ചു വെച്ച ഗ്രാഫൈറ്റിസിന്റെ അതേ സിംറ്റംസുമായിട്ട് വർഷങ്ങൾക്ക് ശേഷം PCODയുടെ സിംറ്റംസ് ഡിക്ലെയർ ചെയ്തു. നോക്കിക്കേ, ഒബസിറ്റി എന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാം ഉണ്ടായിരുന്നത്. ഒബസിറ്റി, ബ്ലാക്ക് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ക്രീസസ്, ആക്നെ ഓൺ ദ ഫേസ്, നോക്കിക്കേ എല്ലാം ഉണ്ട്. ബാൾനെസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ സിംറ്റംസും ഉള്ളൊരു ഡ്രഗാണ് ഗ്രാഫൈറ്റിസ്. ആൻഡ് ഗ്രാഫൈറ്റിസ് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫോർ ദിസ് PCOD. അപ്പം ഇതിനകത്ത് പക്ഷെ നമുക്ക് ഓവറിയിൽ മാത്രം എന്ത് ചേഞ്ചസ് കാണുന്നത് നമുക്ക് നോക്കാം. സ്വെല്ലിംഗ് ആൻഡ് ഇൻഡ്യൂറേഷൻ. ഈ സ്വെല്ലിംഗ് ഇപ്പൊ ഓവറി ഹൈപ്പർട്രോഫിഡ് ആണ്, ഇൻഡ്യൂറേറ്റഡ് ആണ്. പിന്നെ സൈഡ് ലെഫ്റ്റ് കിട്ടുന്ന കുറച്ച് ഡ്രഗ്സിൽ ഒരെണ്ണമാണ് ദിസ് ഗ്രാഫൈറ്റിസ്, ലാക്കസിസ്, ദിസ് ഗ്രാഫൈറ്റിസ്. ദീസ് ആർ ഓൾ ലെഫ്റ്റ് സൈഡ് ഓവറി അഫെക്ഷൻ. ആൻഡ് പിന്നെ മെൻസസ് എങ്ങനെയായിരിക്കും? ഭയങ്കര സ്കാൻറ്റി മെൻസസ്, മെൻസൽ ഇറഗുലാരിറ്റീസ്, എഗെയിൻ കമ്മിങ് ടു ദ സിംറ്റം ഓഫ് PCOD. പിന്നെ എന്തൊക്കെയായിരിക്കും? പെയിൻ ഓൺ ദ റൈറ്റ് ഓവറി. അപ്പൊ ഗ്രാഫൈറ്റിസ് എപ്പോഴും തിങ്ക് ദാറ്റ് ഇറ്റ്സ് മോർ ആക്ഷൻ ഓൺ ദ റൈറ്റ് ഓവറി. ഇറ്റ്സ് ഹാവിംഗ് കോൺസ്റ്റിപ്പേഷൻ, ഇറ്റ്സ് ഹാവിംഗ് obesity, it's having black pigmentation or creases, black pigmentation on the creases. പിന്നെ എന്തൊക്കെ? ആക്നെ കൊണ്ട്, ബാൾനെസ്സിന് നല്ല എഫക്റ്റീവ് ആണ്. മെയിൽ ലൈക്ക് ബോഡി സ്ട്രക്ചർ, എല്ലാ സിംറ്റംസിനെയും കവർ ചെയ്യുന്ന ഒരു പക്ക ഡ്രഗ് ആണ് ഫോർ ദിസ് PCOD ഗ്രാഫൈറ്റ്. ഇനി അടുത്തൊരു സാധനമുണ്ട്, നമ്മൾ അധികം ഹോമിയോ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഹാവിംഗ് ആക്ഷൻ. എങ്ങനെയാണ്? അതിന്റെ ടിഞ്ചർ നമ്മൾ ലോക്കലി വയറുവേദന വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല, ബട്ട് വി ക്യാൻ യൂസ് ഇറ്റ്. പഴയ ഹോമിയോ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചില ഡോക്ടേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട്, ഐ ഹേർഡ് അബൌട്ട് എ ഡോക്ടർ, പക്ഷേ പുള്ളി ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഹിസ് നോട്ട് എ ഡോക്ടർ, BHMS പാസ്സായ ആളല്ലായിരുന്നു, ബട്ട് പുള്ളി ഭയങ്കര ഒരു നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടറാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്തുള്ള ഡോക്ടറായിരുന്നു. പുള്ളി മരിച്ചുപോയി. അപ്പൊ ഞാൻ പണ്ട് സാറിനെ കാണുമ്പോൾ ഇങ്ങനെ സാർ പറയുമായിരുന്നു, ഇത് എണ്ണയുമായിട്ട് ചേർത്ത് വയറിൽ അപ്ലൈ ചെയ്താൽ ഇതിന്റെ പെയിൻ ഭയങ്കരമായിട്ട് this irregularities for this PCOD comes when applied externally and locally, and that is none other than this Homeopathic tincture. Homeopathic tincture അങ്ങനെ ആക്ഷൻ ഉണ്ട്. ഈ ചൂടാക്കി നമ്മുടെ ഈ ഓവറിയുടെ പുറത്തൂടെ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് വയറിന്റെ വേദനയുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പെയിൻ നന്നായിട്ട് കുറയും. അതിന് ഭയങ്കര ആക്ഷനുള്ള ഡ്രഗാണ് Homeopathic. ഇനി നെക്സ്റ്റ് അടുത്തൊരു ഡ്രഗ്, അത് നമുക്കറിയാം. അത് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡിനും കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആയതുകൊണ്ടാണ് ഇത്രയധികം PCODയുടെ ആക്ഷൻ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അയഡം. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ അസോസിയേറ്റ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവറി അട്രോഫി ചെയ്തു പോയി, അത് വെരി ഇമ്പോർട്ടന്റ്. അങ്ങനത്തെ കേസസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഡോക്ടേഴ്സ് പലർക്കും കിട്ടിയിട്ടുണ്ട് ഓവറി അട്രോഫി ചെയ്ത കേസ്. അയാളുടെ കേസ്, എനിക്കൊരു ഒരു കുട്ടിയുടെ കേസ് ഉണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കര മിടുക്കിയായിട്ടുള്ളൊരു കൊച്ചായിരുന്നു, വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി. എൻട്രൻസ് ഒക്കെ എഴുതി MBBS അല്ല, ഷി വെന്റ് ഫോർ അനദർ എൻട്രൻസ്, ഷി ഗോട്ട് സെലക്ടഡ്. പിന്നെ സ്കൂൾ ടോപ്പറായിട്ട് പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. ബട്ട് ഷീ ഹാഡ് എ റിലേഷൻഷിപ്പ്. ആ കുട്ടിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. വീട്ടുകാർക്കെല്ലാം അറിയാം ഈ കുട്ടി ഇങ്ങനെ റിലേഷൻഷിപ്പിലാണെന്ന്, വീട്ടുകാർക്കെല്ലാം അറിയാം. ആൻഡ് ദേ സെഡ് വാട്ട് എവർ മേ ബി ഫോർ ദി ഗുഡ്നസ്, അവളുടെ ഗുഡ്നസിന് വേണ്ടിയിട്ടാണെങ്കിൽ ലെറ്റ് ഹർ കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ഒരു പേരൻസ് ആയിരുന്നു ആ കുട്ടിയുടെ. അപ്പം ഷി വെന്റ് ഓൺ വിത്ത് ദ റിലേഷൻഷിപ്പ്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഫ്രണ്ടാണ് ഇവിടെ ഇടയ്ക്ക് നിന്ന് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ദേ വെയർ ഗോയിങ് ഓൺ വിത്ത് ദ റിലേഷൻഷിപ്പ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടും ഈ കുട്ടിയുടെ ലവറുമായിട്ട് റിലേഷൻഷിപ്പിലായി.
ആയിട്ട് ആ ഫോട്ടോസ് ഇവളുടെ ഫ്രണ്ട്സ് എടുത്ത് അയച്ചു കൊടുത്തു. ആ ഒരൊറ്റ കാരണം ആണ് ആ കുട്ടിക്ക് എഫക്ട് ചെയ്ത ഒരു ഷോക്ക്. സോ അതെങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് ഒരു ഫീമെയിലിന്റെ ബോഡിയിലേക്ക് എത്ര പെട്ടെന്ന് ആ മെസ്സേജ് പാസ് ചെയ്തെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വിതിൻ 3 to 4 months വാട്ട് ഹാപ്പൻ, ഷീ സ്ട്രഗ്ലിംഗ് ഫ്രം അബ്ഡോമിനൽ പെയിൻ. ഇങ്ങനെ വയറുവേദന എപ്പോഴും കാണിക്കുന്നത്. അവസാനം അതിങ്ങനെ വയറുവേദന പറയും. ഏതെങ്കിലും ഡോക്ടർ ചെന്ന് കാണിക്കും, ഗീവ് സം ആന്റാസിഡ്സ് സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഗ്യാസ് ആണെന്ന് പറയും, മെഡിസിൻ കൊടുക്കും, പെയിൻ കില്ലേഴ്സ് കൊടുക്കും, ഷിൽ ബി ഓക്കെ, വിൽ കം ബാക്ക് അഗെയിൻ സ്ട്രഗ്ലിംഗ് വിത്ത് പെയിൻ. അവസാനം ആ കുട്ടി പഠിച്ചത് IIT ചെന്നൈയിലാണ് പഠിച്ചത്. IIT ചെന്നൈ ഫോർ അനദർ കോഴ്സ്, എഞ്ചിനീയറിംഗ് അല്ല. അപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയം ഷീ ഹാഡ് ദിസ് അബ്ഡോമിനൽ പെയിൻ. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഷി വാസ് ഓവറൈറ്റിസ്, അട്രോഫി ഓഫ് ദ ഓവറിയാണ്. ഷി ഹാഡ് ഓവറി അട്രോഫിഡ് ആയിപ്പോയി. സോ ദാറ്റ് വാസ് ദ കേസ്. അപ്പൊ അട്രോഫി ഓഫ് ദ ഓവറി എന്ന് പറയുന്ന സാധനം കം ഇൻ ലേറ്റർ ലൈഫ് ഓൾസോ, അങ്ങനെയും വരാം. അപ്പൊ അട്രോഫി ഓഫ് ദ ഓവറി ആ കേസിൽ വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്തൊക്കെയാണ്? ഓവറൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓവറിക്കകത്തും വി ക്യാൻ ഗീവ് ദിസ് അയഡം. പിന്നെ അയഡത്തിന്റെ ഏറ്റവും വലിയൊരു വെഡ്ജ് ലൈക്ക് പെയിൻ ആണ്. ഒരു വല്ലാത്തൊരു എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത അത്രയും ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ദെൻ there be ഏത് ഓവറി എഫക്റ്റഡ്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ഓവറിയൻ റീജിയൻ ആണ് എഫക്റ്റഡ്, റൈറ്റ് ഓവറി എഫക്റ്റഡ് ആവുന്നത്. അതിന്റെ കൂടെ വാട്ട് ഹാപ്പൻസ് വിൽ ബി ഡ്വിൻഡിലിംഗ് ഓഫ് ദ മമ്മയും കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് അയഡം. ഇത്രയുമാണ് നമ്മൾ ഏകദേശം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്. നെക്സ്റ്റ് ഇനി കുറച്ച് 1-2 കൂടെ ഉണ്ട്. അതായത് സിസ്റ്റിക് ട്യൂമർ ഓഫ് ദ ഓവറി വിത്ത് ഇൻക്രീസ്ഡ് സെക്ഷൽ ഡിസൈർ. സെക്ഷൽ ഡിസൈർ ഇൻക്രീസ് ആയിട്ടുള്ള കൊണിയത്തിന് സെക്ഷൽ ഡിസൈർ ഭയങ്കര ഇൻക്രീസ്ഡ് ആണ്. പക്ഷേ കൊടിയത്തിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണിയത്തിന് ദേ ഹാവിങ് ആ ഡിസൈർ ഉണ്ട്, പക്ഷെ അതിനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് ദേ ആർ സപ്രസിങ് ഇറ്റ് ആൻഡ് ദാറ്റ് സപ്രഷൻ മേ ലീഡ് ടു ദിസ് ടൈപ്പ് ഓഫ് ട്യൂമർ. അതായിരുന്നു കൊണിയത്തിന്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് അതായത് ലെഫ്റ്റ് ഓവറിയൻ ട്യൂമേഴ്സ്, അതാണ് നെക്സ്റ്റ് ഡ്രഗ്. അതായത് ഓവറിയൻ ട്യൂമേഴ്സ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ആണ്. റിലീവ്ഡ് ബൈ ഡിസ്ചാർജ് ഫ്രം ദ യൂട്രസ്. യൂട്രസിൽ കൂടെ ലുക്കോറിൽ ഡിസ്ചാർജോ അല്ലെങ്കിൽ മെൻസൽ ഡിസ്ചാർജോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പെയിൻ മാറത്തുള്ളൂ. അത്രയ്ക്ക് പെയിൻ ലെഫ്റ്റ് ഓവറിയിൽ അനുഭവപ്പെടും. പിന്നെ എന്തായിരിക്കും? കണ്ടിന്യൂസ് കനോട്ട് ബെയർ ടൈറ്റ്നെസ്. ഇപ്പൊ പാവാട ഉടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഗ്ലാക്കസിനെ പറ്റി കേട്ടിട്ടുള്ളത് കഴുത്തിൽ പറ്റില്ല എന്നല്ലേ. അതേപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സ്, ഡ്രസ്സ് പൊതുവെ ലൂസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇടാനുള്ള സെൻസേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. വിത്ത് ഓവറൈറ്റിസ്, ലെഫ്റ്റ് സൈഡ് അഫെക്ഷൻ. പിന്നെ എന്തൊക്കെയായിരിക്കും? ഡിസ്ചാർജ് ഫ്രം ദ യൂട്രസ്. യൂട്രസിൽ കൂടെ എന്തെങ്കിലും ഡിസ്ചാർജ് പോയി കഴിഞ്ഞാൽ സിംറ്റംസ് കുറയും. പിന്നെ ക്യാൻസർ ഓഫ് ദ ലെഫ്റ്റ് ഓവറിക്കകത്തും പിന്നെ ഒവേറിയൻ ട്യൂമേഴ്സിനകത്തും ലെഫ്റ്റ്. പക്ഷെ ക്യാൻസറിനകത്ത് പറയുമ്പോൾ ലാക്കസിസ് റൈറ്റും ലെഫ്റ്റിനും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഓവറൈറ്റിസിനും ട്യൂമേഴ്സിനും നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് റൈറ്റ് സൈഡ് അഫെക്ഷൻസ് ഓഫ് ദ ഓവറൈറ്റിസ് ആൻഡ് ട്യൂമേഴ്സിനാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലാക്കസിസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് 3 സാധനങ്ങൾ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഇപ്പൊ നമുക്ക് വി ആർ ഗെറ്റിംഗ് എ PCOD ആൻഡ് വി ആർ നോട്ട് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ സിംപ്റ്റംസ്, വി കാൻ പോയിന്റ് ടു എ സ്പെസിഫിക് ഡ്രഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറെ ഡ്രഗ്സിൽ നമ്പർ 1 ഈസ് എയ്ഡ്സ്. നമ്പർ 2 ഈസ് ഈ ഒബേറിനം, ലെസിത്തിനം, ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ്. അതായത് ഈ ഒബേറിനം ഞാൻ പുറകിലോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നെക്സ്റ്റ് ഈ പറയുന്ന ഡ്രഗ് എന്ന് വെച്ചാൽ ഓവറീസ് ഇൻഎഫിഷ്യന്റ്, നോട്ട് വർക്കിംഗ് അഡിക്വേറ്റ്ലി. ഇങ്ങനത്തെ കേസസിനകത്തൊക്കെ നമുക്ക് ലെസിത്തിനം കൊടുക്കാം. നമ്മൾ ലെസിത്തിനം പൊതുവെ കേട്ടുള്ള RBC കൗണ്ട് കുറയുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ലെസിത്തിനം കൊടുക്കുന്നത്. പക്ഷേ ഈ ഓവറിയൻ PCOD അങ്ങനത്തെ ഓവറിയൻ ട്യൂമേഴ്സിനും ഗ്രോത്ത്സിനും ഈസ് എ വണ്ടർഫുൾ ഡ്രഗ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമുക്ക് ഒരു സൈഡിൽ പെയിൻ ഓവറിയിൽ നിന്ന് തുടങ്ങി, ഒരു സൈഡിൽ നിന്ന് തുടങ്ങി പെയിൻ അടുത്ത സൈഡോട്ട് പോയി. PCOD ഉണ്ട്, ഒവേറിയൻ ട്യൂമർ ഉണ്ട്. ട്യൂമറിന്റെ മാസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഹാർഡാണ്, വലുതാണ്. വിച്ച് ഇസ് എ ഡ്രഗ് ദാറ്റ്സ് മെഡോർണ കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ എപ്പോഴും ഈ PCODs മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഭയങ്കര കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിലോട്ടൊക്കെ പോകുന്നതിനെക്കാട്ടും ഗോ ഫോർ എ മിയാസ്മാറ്റിക് ഡ്രഗ് ഫസ്റ്റ്. അത് ഭയങ്കര ആക്ഷൻ കിട്ടുന്നതാണ് PCOD കേസസിൽ. അത് ഗോ ഫോർ എ സൾഫർ. ഇപ്പൊ ബ്ലോക്ക്ഡ് ആയിപ്പോയി, സൾഫർ 1 ml ഡോസ് കൊടുത്തോളൂ, ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് ദ കേസ്. നെക്സ്റ്റ് തൂജാടെനം ഹാവിംഗ് ഗ്രോത്ത് ആൻഡ് ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് വാട്ട്സ് ഓൾ ഓവർ ദ ബോഡി. ദേഹത്തെല്ലാം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, വാട്ട്സ് ഓൾ ഓവർ ദ ബോഡി, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് പേഷ്യന്റ് ഷോയിങ് സം ദിസ് PCODs or tumors.
ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് തൂജ കൊടുക്കാൻ പറ്റും. അതുപോലെ എപ്പിസ്, ഇറ്റ്സ് ഹാവിംഗ് പോർട്ടോഫിൽ സാക്സ്, ഗോ ടു ദ ഫോളിക്കുലർ സ്റ്റഡി. ഫോളിക്കിൾസ് നോക്കുമ്പോൾ ഫോളിക്കിൾസിനകത്ത് വെള്ളം ഫിൽഡ് സാക്സ് ആണെങ്കിൽ തിങ്ക് ഓഫ് ദിസ് എപ്പിസ്, ഉറപ്പായിട്ടും അത് ഹീൽ ആവും. അത് പൊട്ടും എന്നുള്ള ഒരു ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ സ്റ്റിക്കിംഗ് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ഓവറി, വെഡ്ജ് ലൈക്ക് പെയിൻ ഉണ്ട് അയട. സ്റ്റിക്കിംഗ് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ഓവറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെയിൻ നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് മെർക്കൂറിയസ്, ഒരു സിഫിലിറ്റിക് ഡ്രഗ് ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു ഡ്രഗ് പറയാം. അതായത് ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് പോളിപ്പ് ഓഫ് ദ ഓവറീസ്, ഓവറിക്കകത്ത് നോക്കുമ്പോൾ സിസ്റ്റ് അല്ല, പോളിപ്പാണ്. പോളിപ്പ് എന്ന് പറയുമ്പോൾ ചാടിക്കറി തൂജ കൊടുക്കരുത്. തൂജ കൊടുക്കാം, തൂജ പോളിപ്പിന് കൊടുക്കാം, അത് സംശയമില്ല. പിന്നെ അതിന്റെ കൂടെ എന്തായിരിക്കും, പോളിപ്പും വന്നിട്ട് ദർ ബി റണ്ണിങ് റണ്ണിങ് ലുക്കോറിയയും കൂടെ ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് ഫോസ്ഫറസ്. ഓക്കെ, ഇനി ടിങ്ചേഴ്സ് നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം, ആക്ഷൻ കിട്ടുന്ന ടിങ്ചേഴ്സ് എന്തൊക്കെ? നമ്മൾ സാധാരണ PCODക്ക് നമ്മൾ സാധാരണ വിൽ ഗോ ഫോർ ഫൈബ്രോയിഡ്സിനൊക്കെ നമ്മൾ ടിങ്ചർ കൊടുക്കാറുണ്ട്. PCODക്ക് നമ്മൾ അങ്ങനെ വലുതായിട്ട് ടിങ്ചേഴ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് സാബർ സെറുലേറ്റായും ആൻഡ് നെക്സ്റ്റ് ഈസ് ഒനോസ്മോഡിയും. സാബൽ സെറുലേറ്റ ടിങ്ചറും ഒനോസ്മോഡിയൻ ടിങ്ചറും ക്യാൻ ബി യൂസ്ഡ് ഫോർ, ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ത് കേസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഗിവ് ദിസ് ബോത്ത് ടിഞ്ചേഴ്സ്. ഈ ടിഞ്ചേഴ്സ് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇനി ഇപ്പം നമ്മൾ ഒവേറിയൻ സിസ്റ്റ് പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ വജൈനൽ സിസ്റ്റ്, നെബോത്തിയൻ സിസ്റ്റ് എന്നൊക്കെ റിസൾട്ട് ചിലപ്പോൾ കാണാറുണ്ട്. അങ്ങനത്തെ കേസസ് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ് സൈലീഷ്യ. ഉറപ്പായിട്ടും അത് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര ചില കേസസിലൊക്കെ വരാറുണ്ട്. എന്താ പറ്റുക വെച്ചാൽ വൺ പാർട്ട്ണർ വിൽ ബി മോർ സെക്ഷുവലി ആക്റ്റീവ്. ചിലപ്പം ഹസ്ബൻഡ് ഇസ് നോട്ട് സോ സെക്ഷുവലി ആക്റ്റീവ് ആൻഡ് ദ ഫീമെയിൽ വിൽ ബി മോർ സെക്ഷുവലി ആക്റ്റീവ്. അപ്പൊ അങ്ങനത്തെ കേസസിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ കേസസ് വാട്ട് ഹാപ്പൻ ഇസ് മേ ബി ദ ഫീമെയിൽസ് മേ ബി പ്രോൺ ടു മോർ മാസ്റ്റർബേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ അങ്ങനെ കൂടുതൽ മാസ്റ്റർബേഷനിൽ പോകുമ്പോൾ വാട്ട് ഹാപ്പൻ, ദ ഓവറീസ് ഗെറ്റ് ഇൻഫ്ലെയിംഡ്, ഓവറൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഓവറൈറ്റിസ് വരുന്ന കേസസ് വിത്ത് PCOD ഉണ്ടെങ്കിൽ തിങ്ക് ഓഫ് ദിസ് സ്റ്റാഫിസഗ്രിയ. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഓവറിക്കകത്ത് പോളിപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓവറിക്കകത്ത് പോളിപ്സിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫോസ്ഫറസും ഇൻഡിക്കേറ്റഡ് ആണ്. ലൈക്ക് ദാറ്റ് ഓൾസോ തൂജ ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ്. ഇനി ലെഫ്റ്റ് സൈഡ് ആണ് വേഴ്സ്റ്റ് ലെഫ്റ്റ് സൈഡ് എവറി മെൻസസ് ആൻഡ് also there will be profuse perspiration before menses. ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, മെൻസസ് ആകുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഹോട്ട് ഫീലിംഗ് ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് വിയർത്തോണ്ടിരിക്കുക. നമ്മൾ ഇതിന്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് ഒഴിച്ചു. വി ഗോ ഫോർ ദി UC. വാട്ട് വി സീ ദാറ്റ് ദർ ബി പോളിപ്പ് ഇൻ ദ ഓവറീസ്. ഓവറിക്കകത്ത് പോളിപ്സ് ഉണ്ട്. ഏത് സൈഡിലാണ് കൂടുതൽ, ലെഫ്റ്റ് സൈഡ് എഫെക്ഷൻസ് ആണ് ഉള്ളതെങ്കിൽ തിങ്ക് ഓഫ് ദിസ് തൂജ. ഇനി നെക്സ്റ്റ് ഓക്കെ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ള ഒരു വൺ ലൈൻ സിംറ്റം വെച്ച് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, എന്നാലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷനോട് പോകാൻ പറ്റുന്ന കുറച്ച് സിംറ്റംസ് പറയാം. അതായത് ദ പേഷ്യന്റ് ഈസ് ഹാവിങ് എന്താണ്, മെൻസസ് ഭയങ്കര ലേറ്റ് ആണ്, വരുമ്പോഴോ വളരെ കുറച്ചേ ഉള്ളൂ, 2 ദിവസം സ്പോട്ടായിട്ട് വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. തേഴ്സ്റ്റ് ഉണ്ടോ, തേഴ്സ്റ്റ് ഇല്ല. പേഷ്യന്റ് ഭയങ്കര ഈ മെൻസസ് ആകുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. there will be mood swings. ചില സമയത്ത് ഭയങ്കര സങ്കടം, ചില സമയത്ത് ഭയങ്കര ഹാപ്പി. ആൻഡ് ദ മൂഡ് ഈസ് ചേഞ്ചിങ് ഈച്ച് ആൻഡ് എവറി അവർ ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വാട്ട് ഇസ് ദ മെഡിസിൻ? സിംപ്ലി പൾസാരില്ല. നമുക്കറിയാം അല്ലേ, പൾസാരിൽ ആ കേസിൽ കൊടുക്കാം. അതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചില കേസിൽ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ചിലപ്പം ഓഫീസിലൊക്കെ സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, എല്ലാവരുടെയും കേസ് കിട്ടിയെന്ന് വരത്തില്ല. ബിക്കോസ് സം ഡ്രഗ്സ് ദേ വോണ്ട് ഓപ്പൺ. 1 to 3 സിറ്റിംഗ്സിലൊന്നും ഒരു സിറ്റിംഗിൽ 2 സിറ്റിംഗ് ദേ വോണ്ട് ഓപ്പൺ. മാത്രമല്ല OPക്കകത്ത് പുറത്ത് വേറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾ കേൾക്കുന്നെന്ന് തോന്നുമ്പോൾ പറയാത്ത ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസസിനകത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഗേവ് യു സം സ്പെസിഫിക്സ്, ആ സ്പെസിഫിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് തൽക്കാലം മാനേജ് ചെയ്തിട്ട് ഡോൺ വിത്ത് ദ കേസ്. ഒരു പോയിന്റിൽ എത്തുമ്പോൾ ദേ വിൽ ഡിസ്കസ്, വിൽ ബിക്കം മോർ ഫ്രണ്ട്ലി വിത്ത് us, നമ്മളോട് ഒത്തിരി ഓപ്പൺ അപ്പ് ആവുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ക്യാൻ ഗോ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പം അടുത്തൊരു ഡ്രഗ് എന്ന് പറയുന്നത് ഈ PCOD ഉണ്ട്,
there will be bearing down pain. താഴോട്ട് എന്തോ തള്ളി വരുന്ന പോലത്തെ പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നല്ല നടുവേദനയുണ്ട്. അടിവയറ് വേദനയും നടുവേദനയും മെൻസസ് വരുന്നുണ്ട്. അസഖ്യമായ നടുവേദന, അസഖ്യമായ വയറുവേദന വിത്ത് ബെയറിംഗ് ഡൗൺ പെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രഗ് ഈ ഡ്രഗ്. കാരണം ഒരുമാതിരിപ്പെട്ട PCODക്കും ഫൈബ്രോയിഡിനും ഒക്കെ ഏകദേശം നമ്മൾ ഒരു വിധം കൊടുത്ത് ദ പേഷ്യന്റ് ഇസ് ഇറിറ്റബിൾ ആൻഡ് ആംഗ്രി ആൻഡ് ഇറിറ്റേറ്റഡ് ആൻഡ് ഷീസ് ഹാവിംഗ് മൂഡ് സ്വിങ്സ് ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ഷീസ് പാസിംഗ് ടു ദ ഏജ് ഓഫ് അബൌട്ട് 35 ആൻഡ് അബവ്. അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് മിക്കവാറും ഐ തിങ്ക് ദിസ് മെഡിസിൻ വെരി യൂസ്ഫുൾ. ആൻഡ് ഹൗ ഇറ്റ്സ് യൂസ്ഫുൾ ഈസ് ദാറ്റ് ഓൾ ടൈപ്പ് ഓഫ് മെൻസ്ട്രൽ റെഗുലാരിറ്റീസും കൂടെ ഉണ്ട്. അതായത് മേ ബി ഏർലി അല്ലെങ്കിൽ പ്രിമച്വർ പീരിയഡ്സ് ഓർ ലോങ് ലാസ്റ്റിംഗ് പീരിയഡ്സ്. And the patient is very irritable, not feeling happy with anyone, always quarrelsome with the family members, and like that, for that the medicine is Sepia drug. And next is അടുത്ത ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് പോകുന്ന ഡ്രഗ്സ് എല്ലാം നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കോൺഷ്യൽ ഡ്രഗ്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു ഇതെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ആണ്. അതായത് പേഷ്യന്റ് വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആയിരിക്കും. മെൻസസിന് 5 ദിവസം മുമ്പ് കോൾ മൊത്തം മാറും. പണ്ട് ചെയ്തിട്ടുള്ള പഴയ കാര്യങ്ങൾ മൊത്തം റിവൈൻഡ് ചെയ്യും. ദിൽ ടോക്ക് അബൌട്ട് എവറിത്തിങ്. പണ്ട് നടന്ന എല്ലാ കാര്യത്തിലും തിരിച്ച് അവരുടെ തലയിലോട്ട് കയറി വരും. ദിൽ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് irritating the partner, irritating the children, hitting the children, everything just like that. I had a case just like that. ആ ഒരു കേസ് വന്നിട്ട് ഒരു ക്രോണിക് കേസ് എനിക്ക് വന്നു. ആ കേസ് വന്ന രോഗം വലിയ രോഗമായിരുന്നു. അതിനകത്ത് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇവക്ക് പീരീഡ് ആവുന്ന വട്ടാണ്. പീരീഡ് ആവുന്നതിന് മുമ്പ് 5 ദിവസം ആർക്കും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇവള് വയലന്റ് ആവും. വിച്ച് ഇസ് മെഡിസിൻ ദാറ്റ്സ് ലാക്ടോസിസ്. വിത്ത് PCOD സിംറ്റംസും കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ലാക്ടോസിസ്. അതായത് പണ്ട് നടന്ന എല്ലാ കാര്യവും ഈ മെൻസസിന് 5 ദിവസം മുമ്പ് കയറി വരും തലയിൽ. ആൻഡ് ദർ ബി ബ്രസ്റ്റിനകത്ത് ഭയങ്കരമായി ഹെവിനെസ്. കൊണിയത്തിനുണ്ട് സെയിം സിംറ്റം ലൈക്ക് ദാറ്റ് ഓൾസോ ലാക്ടോസിസ്. മെൻസസ് ബ്രസ്റ്റിന് ഭയങ്കര ഹെവിനെസ് ആയിരിക്കും. ഓൾസോ മെൻസസിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും നമുക്ക് അറിയാം. ക്ലോട്ട്സ് കൂടുതലായിട്ട് ബ്രൈറ്റഡ് ബ്ലഡ് ആണോ ക്ലോട്ട്സ് ആണോ ഫുൾ ഓഫ് ക്ലോട്ട്സ് ആണെന്ന് പറയും. ആൻഡ് വെരി യൂസ്ഫുൾ ഡ്രഗ് ഇസ് ലാക്ടോസിസ്. ഇനി അടുത്തൊരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഡ്രഗ് പറഞ്ഞിരുന്നു, എന്നാൽ ഒന്നും കൂടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷനകത്ത് വരുന്ന ആളായതുകൊണ്ട് ഇത് പറയുകയാണ്. ആള് ഭയങ്കര ഒബസ് ആയിരിക്കും, സ്റ്റൂള് പോകത്തില്ല. they should be having constipation. All symptoms fully agreed in this PCOD. Obese, black pigmentation or creases, സ്കാൽപ്പിനകത്ത് മുടിയില്ല, പിന്നെ മെയിൽ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഒബസ് ആയിരിക്കും, എല്ലാ സിംറ്റംസും ഉണ്ട്. ഓൾമോസ്റ്റ് ഹാവിംഗ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദാറ്റ്. ആൻഡ് വിച്ച് ഇസ് ദ ഡ്രഗ് ദാറ്റ്സ് ഗ്രാഫൈറ്റിസ്. അത് ഗ്രാഫൈറ്റിസ് ആണ്. ഇനി അടുത്ത ഒരാളും കൂടെ ഉള്ളൂ, 1-2 പേരും കൂടെ ഉള്ളു. അവിടെ വെച്ചിരുന്ന് നിർത്താം. സമയമായോ മാഡം? മാഡം പോയി ഉറങ്ങിയോ മാഡം? ഇല്ല സമയം ആകാറാവും. ഇനി ഒരു 9 മിനിറ്റേ ഉള്ളത്. എന്തെങ്കിലും ആർക്കെങ്കിലും ചർച്ചയോ ഇനി അപ്പൊ ഈ കുറച്ച് ഡ്രഗ്സും കൂടെ ഉണ്ട്. അപ്പൊ അത് എനിക്ക് പിന്നെ വല്ലതും പറയാനുണ്ടോ? പറയാൻ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ഇല്ലെങ്കിൽ ഡോക്ടർക്ക് പറയാനുള്ളത് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴേക്കും ഡോക്ടർ സംസാരിച്ചു. ഓക്കെ, ബാക്കി എല്ലാ ഡ്രഗ്സും ഞാൻ ഏകദേശം പറഞ്ഞതാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്ത് പറയാനാകെ ഉള്ളതെന്ന് പറയുന്നത് കൽക്കേരിയ കാർബും കൂടെ ഉള്ളൂ. നമ്മൾ വിട്ടുപോയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് കൽക്കേരിയ കാർബാണ്. ഇത് കൽക്കേരിയ കാർബ് ഈ പറഞ്ഞ ഗ്രാഫൈറ്റിസിനെ പോലെ PCODയുടെ എല്ലാ സിംറ്റത്തിനും ഏകദേശം കവർ ചെയ്യും. പക്ഷേ കുറച്ച് സ്ട്രൈക്കിംഗ് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ PCOD വന്നതിന് ശേഷം വെയിറ്റ് ഗെയിൻ കാണിക്കുന്ന പ്രധാനപ്പെട്ട 2 ഡ്രഗാണ്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് കൽക്കേരിയ കാർബ് ആൻഡ് ഗ്രാഫൈറ്റിസ്. അതായത് ഇപ്പം ചില കേസസിലകത്ത് നമുക്ക് വന്ന് പറയാറുണ്ട്, ഭയങ്കരമായിട്ട് ചില്ലിനെസ് ഭയങ്കര കൂടുതലാണ്. മെലിഞ്ഞിരുന്ന കുട്ടിയാണ്. ഇത് വന്നതിന് ശേഷം PCOD വന്നതിന് ശേഷം പേഷ്യന്റ് കുട്ടി ഭയങ്കരമായിട്ട് വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് അനങ്ങത്തില്ല, ഒരിടത്ത് ഇരുന്നാൽ അവിടെ തന്നെ ഇരിക്കും. സാധാരണ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ഇയാൾ കളിക്കത്തില്ല. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഭയങ്കര ചില്ലിയാണ്, എപ്പോഴും ഫാൻ ഹൈ സ്പീഡിൽ, തണുപ്പ് വേണം താനും എന്നാൽ ചില്ലിയുമായിരിക്കും. ഇത് രണ്ടും കാണിക്കുന്ന ഒരു ഡ്രഗാണ് ഈ മെൻസസ് ടൈമിൽ. ഏതാണ്? കൽക്കേരിയ കാർബ്. അപ്പൊ ഇത് ഏകദേശം ഞാൻ എല്ലാ ഡ്രഗ്സും പറഞ്ഞുപോയി. ഇനി ഒരാളും കൂടെ ഉണ്ട് അതിനകത്ത് പറയാത്ത ഒരാളുണ്ട്. അതായത് ഈ ഡ്രഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ PCOD ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആള് ആകെ ഡിപ്രസ്ഡ് ആണ്. നമ്മൾ എന്ത് ചോദിച്ചാലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഷീ സാഡ്. ഇന്ന് ഞാൻ പറഞ്ഞ ഐ ഹാഡ് എ കേസ് ടുഡേ, ഇന്നൊരു കൗൺസിലിംഗ് കേസ് ഉണ്ടായിരുന്നു. അപ്പം ആ കേസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഈ കേസ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം ആ കേസ് വന്നത് ഇതുപോലെയാണ്. ആ കുട്ടിക്ക്
നമ്മൾ സിംറ്റം ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിനൊന്നും പറയാനില്ല. വിഷമമുണ്ടോ? ഇല്ല. പിന്നെ മോൾ എന്താണ് എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? പിന്നെ അതറിയത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അതും അറിഞ്ഞുകൂടാ. വെദർ യു ആർ കംഫർട്ടബിൾ ഇൻ യുവർ ഹോം, ആണ് കംഫർട്ടബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കാരണം ഒന്നും ഓപ്പൺ അപ്പ് ആക്കാൻ പറ്റുന്നില്ല. ആൻഡ് അപ്പൊ അങ്ങനത്തെ കേസസ് അത് വിത്ത് കമ്മിങ് വിത്ത് PCOD, സച്ച് ടൈപ്പ് ഓഫ് ഡിപ്രഷൻസ് ആർ നോട്ട് ഓപ്പണിംഗ് അപ്പ് ദ കേസ്, ആൻഡ് ദാറ്റ് ഇസ് നാട്രമോർ. നാട്രമോറും ഈ PCODക്കകത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ഉള്ള ഡ്രഗ് ആണ്. കാരണം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ആൻഡ് ദിസ് PCOD ഇസ് വെരി മച്ച് ലിങ്ക്ഡ്. കാരണം തൈറോയിഡിനകത്തുള്ള ഹൈപ്പോയോ ഹൈപ്പറോ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ സിംറ്റം ഇതിനകത്ത് കാണും, മിക്കവാറും കാണും. അതായത് ഒന്നുകിൽ ഡിപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇമാസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ സിംറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഹൈപ്പോയുടെ സിംറ്റംസോ ഹൈപ്പറിന്റെ സിംറ്റംസോ മിക്കവാറും കാണും. ഈ തൈറോയ്ഡ്, അതേ പറഞ്ഞേ, ഒരു ലേഡിക്കകത്ത് ഏറ്റവും ഫസ്റ്റ് എഫക്റ്റഡ് ഓർഗൻ ഇസ് തൈറോയ്ഡ്. വിശുദ്ധ ഗ്രന്ഥിയാണ് ആദ്യം അടിച്ചു പോകുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഓർഗൻ ഇസ് ദിസ് യൂട്രസ് ആൻഡ് ഓവറീസ്. അപ്പൊ ഒരാൾ ഇറ്റ് പേഷ്യന്റ് ഇസ് കമ്മിങ് ടു അസ്, എനിക്ക് ഓവറിക്കാത്ത സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി 17 വയസ്സോ 18 വയസ്സുള്ള ഒരു കുട്ടി വരുന്നത്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പല പേരൻസും വന്ന് പറയും, ഡോക്ടറെ എന്റെ പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവളെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മൂഢനാശയമാണ്. അങ്ങനെയൊന്നുമില്ല. ഒരു കുട്ടി തൊട്ടിൽ കിടക്കുമ്പോൾ തൊട്ടേ ആ കുട്ടിയെ ബാധിച്ചിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ബാധിച്ചു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹോമിയോപ്പത്തിക് മെഡിസിൻ, ദാറ്റ്സ് ദ പവർ ഓഫ് ഹോമിയോപ്പതി. ഏത് എഫക്റ്റഡ് ആണോ, നമുക്ക് എങ്ങനെ എഫക്റ്റഡ് ആണോ അതിനെ ട്രീറ്റ് ചെയ്ത് അതിന് മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് ആ പേഷ്യന്റ് കൊണ്ട് പിറ്റേന്നോട് നല്ലതൊന്നും ആവത്തില്ല. സാഹചര്യം മാറ്റി കൊടുക്കുക പ്ലസ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ട്രൂലി വർക്ക്. സോ ദാറ്റ്സ് ഓൾ PCOD. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ തിങ്ക് ജസ്റ്റ് നോട്ടീസ് എല്ലാം പോയി എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ ഡോക്ടറെ, അപ്പൊ വളരെ നല്ല ഇൻഫർമേഷൻ തരുന്ന ക്ലാസ് ആയിരുന്നു. PCODയെ കുറിച്ച് മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അതായത് ക്രോണിക് ഡിസീസ് ഹനുമാന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഹി വാസ് നോട്ട് അഫക്റ്റഡ് വിത്ത് സോറ എന്നിട്ട് പറയുന്നതാണ്. And therefore, from my birth even until now, in my 80th year, been entirely free from the smaller greater ailments enumerated here. അതായത് എന്റെ കുട്ടിക്കാലം ഇത്രയും കാലം എനിക്ക് പ്രത്യേക അസുഖമൊന്നും വന്നിട്ടില്ല. അതിന് താഴെ കാര്യം പറയുന്നുണ്ട്. ഫർദർ ബിലോ, so I have been on the whole very apt to catch acute epidemic disease and have been exposed to many mental exertions and thousandfold vexation of my spirit. ഒരുപാട് മാനസിക സംഘർഷങ്ങളും സ്ട്രെസ്സും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അസുഖങ്ങൾ അധികം വന്നിട്ടില്ല എന്ന് ഹനുമാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സൈറ്റിംഗ് കോസ് നേരത്തെ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇത് ബാധിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. അവിടെ ഒരു മയാസ്റ്റിന്റെ റോൾ കൂടെ ഉണ്ട്. ഇതിൽ മാത്രം ഹോമിയോപ്പതി ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു മേജർ ഡിസ്കവറി ഔട്ട് ഓഫ് ഇതിലാവുകയാണ്. മനസ്സിലല്ലേ? ഗാലറിക്ക് അല്ലെങ്കിൽ കളത്തിന് പുറത്താവുകയാണ്. അപ്പൊ ഇപ്പം പലരും ഒരുപാട് പേര് ഇപ്പൊ ജർമ്മൻ മെഡിസിൻ പലതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈറസിനെ പറ്റി ഇതൊന്നും ബേസിക് ആയിട്ട് കുറെ കാര്യം നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. ഡോക്ടർ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ പ്രോബ്ലം അവിടെ അല്ല, നമ്മുടെ ഒരു ഗ്രാജുവേഷൻ ലെവൽ എഡ്യൂക്കേഷനിൽ സിലബസ് ഓവർലോഡ് ആണ്. അപ്പൊ അത് സബ്ജക്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് അതിലേക്ക് എത്തുന്നില്ല. അത് ഇത്തരം പേരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാണ്. ക്രോണിക് ഡിസീസിൽ പേജ് 90 ഫുട് നോട്ടിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും നല്ല പ്രസന്റേഷൻ ആണ്. ഓക്കെ, നന്ദി ഡോക്ടർ മനോജ്. എന്തായാലും എന്താണ് ഓർഗനോണിൽ എന്ത് സാധ്യത ഉണ്ടെങ്കിലും ഡോക്ടർ തീർച്ചയായിട്ടും അത് അല്ല സാറ് പറഞ്ഞൊരു ഞാനത് ഈ ക്ലാസ്സിന്റെ നടുക്ക് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പം മിയാസം എന്ന് പറഞ്ഞ സാധനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മള് പിന്നെ സിഫിലിനോ ആണോ തൂജയാണോ സൾഫർ ആണോ വേണ്ടത്, ആ കറക്റ്റ് മെഡിസിൻ കൊടുക്കുമ്പോൾ അത്രയും സാധനം കവർ ചെയ്ത് കിട്ടും. അത്ര അങ്ങ് പോയി, പിന്നെ നമ്മൾ ബാക്കി നോക്കിയാൽ മതി. അല്ല, ഇതിന് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഈ രാജാവിന്റെ കാര്യം വളരെ അധികാരം നഷ്ടപ്പെട്ട രാജാവിന്റെ കാര്യം പറയുന്നുണ്ട്. പട്ടിണി കിടന്നാലും വളരെ ഏറ്റവും കഷ്ടപ്പെട്ട ജോലി ചെയ്താലും അത്ര കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ വിവാഹ ബന്ധങ്ങൾ താരാറിലായി അല്ലെങ്കിൽ കൊട്ടാരത്ത് നിന്ന് വലിച്ചെറിയപ്പെട്ട രാജാവ് പെട്ടെന്ന് രോഗിയെന്ന് ഹനുമാൻ പറയുന്നു. നല്ല സുന്ദരമായി എഴുതുന്നത്. ക്രോണിക് ഡിസീസ് ഒന്നുകൂടെ വായിച്ചു നോക്കാൻ വളരെ നല്ലതായിരിക്കും എല്ലാവരും.
ഓക്കെ. എന്താ അതാണ് മനോജ് ഡോക്ടർ പറഞ്ഞതിന്റെ ചുരുക്കം. ടെൻഷന് സ്ട്രെസ്സും എല്ലാം ഉള്ള പലരും കാണും. എങ്കിൽ പോലും വരാനുള്ള ഒരു ടെൻഡൻസി, അവരെ ഉള്ളിലുള്ള ഒരു മയാസം, അതായിരിക്കും ഒരു കോസ്, ഇത് പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു കോസ്. ഫണ്ടമെന്റൽ കോസ്. യെസ്. ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മയാസമായിരിക്കും. അതാണ് മനോജ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമുക്കിപ്പോ മനസ്സിലായത്. എന്തായാലും ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവുമായി. ജയചന്ദ്രൻ ഡോക്ടർക്ക് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞ ശേഷം നമ്മുടെ നിത്യ ഡോക്ടർക്ക് ഒരു നന്ദി കൂടി ജയചന്ദ്രൻ ഡോക്ടർ പറയണം. ഓക്കെ. അല്ലെ, ഞാൻ ചോദിക്കാൻ പോയ ഡോക്ടറുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ ആ ഡ്രഗ്സിന്റെ ഒക്കെ ഡോസ്, പൊട്ടൻസി ഇങ്ങനെയുള്ളതൊക്കെ കൂടെ ഒന്ന് പറഞ്ഞിരുന്നാൽ കൊള്ളായിരുന്നു. സാറേ, നമുക്ക് ഡോസ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. കാരണം വെച്ചാൽ ഇപ്പൊ പിന്നെ ഈ ആളിന്റെ ഏജ് എത്ര വയസ്സ്, അതെല്ലാം അനുസരിച്ച് നമുക്ക് ഡോസ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് ഇപ്പം മനോജ് സാറ് പറഞ്ഞ പോലെ ഇതിനകത്ത് മിയാസം എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം PCOD എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മിയാസം ഏതാണോ ആ മയാസത്തിന് കൊടുക്കുന്ന ഡ്രഗ് ഏതായാലും നമ്മളൊരു മിനിമം 1 എണ്ണമെങ്കിലും കൊടുത്താലേ അവിടെ ഓപ്പൺ അപ്പ് ചെയ്യുള്ളൂ കേസ്. കാരണം അത്രയും സാധനം അങ്ങ് പോയി കിട്ടും. പിന്നെ നമ്മൾ ബാക്കിയുള്ളതിനെ മാനേജ് ചെയ്താൽ കേസ് വാതിൽ തുറന്നു. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വി ക്യാൻ ഗിവ് ഇറ്റ്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇപ്പം ഫൈബ്രോയിഡ് ആണെങ്കിലും സിസ്റ്റ് ആണെങ്കിലും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ അത് ഹീൽ ആവത്തില്ല. അപ്പൊ എന്താണ്, ടിഷ്യൂ ഡാമേജ് അവിടെ വന്നിട്ടുണ്ട്. ടിഷ്യൂ ഡാമേജ് വരുമ്പോൾ ടിഷ്യൂ ഡാമേജിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ വി നീഡ് സപ്പോർട്ട് ദ ടിഷ്യൂ റെമഡി. അപ്പൊ 6X എന്തായാലും യൂസ് ചെയ്യാതെ നമുക്ക് ഇതിനകത്തൊരു ഹീലിംഗ് കിട്ടത്തില്ല, ഉറപ്പാണ്. സോ ഗോ ഫോർ എ ഹൈ പവർ ഓഫ് ദ ഫോർ എ മിയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് എന്താന്നുള്ളത് അത് ആ ഡോക്ടറിന്റെ കഴിവ് പോലെ ഇരിക്കും. വന്ന ആള് രോഗിയാണോ, വേറെ എന്തെങ്കിലും രോഗത്തിന് അടിമയായ ആളാണോ, പ്രായം എത്ര, ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അതനുസരിച്ച് നമുക്ക് മോഡറേറ്റ് ഡോസ് കൊടുക്കണോ ഹൈ ഡോസ് കൊടുക്കണോ എന്നുള്ളത് തീരുമാനിക്കാം. പക്ഷെ മിയാസ്മാറ്റിക് ഡ്രഗ് എപ്പോഴും ഹൈ പൊട്ടൻസി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ബയോകെമിക്സ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ പോയാൽ ആ കേസ് സക്സസ് ആവും വിതിൻ 3 to 5 days. കാരണം ഒരു 3 മാസം അല്ലെങ്കിൽ ചില കേസസിലൊക്കെ ചില ഡോക്ടേഴ്സ് ഒരു പ്രാവശ്യം ഡ്രഗ് കൊടുത്തു PCOD പൊട്ടിപ്പോയി, അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ സിസ്റ്റ് പോയിട്ടുണ്ട്. സിസ്റ്റ് പോയി ഇറ്റ്സ് സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മൾ വിടരുത്. കാരണം PCOD കേസസിന് അതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ ട്രക്കർ ചെയ്യും. 6 മാസം കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അയാൾ ആയിട്ടുണ്ടോ പീരീഡ്. 6 മാസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴും നമ്മൾ ചോദിക്കണം, നിങ്ങൾ കറക്റ്റായിട്ട് 6 മാസം ആയിരുന്നോ എന്ന് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഗോ ഫോർ ദ മിയാസ്മാറ്റിക് റെമഡി, ഗോ ഫോർ ദ കോൺസൾട്ട് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഗോ ഫോർ ദ ടിഷ്യൂ റെമഡി. മെഡിസിൻ ആക്ട് ചെയ്യും, ഉറപ്പാണ്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ പേഷ്യന്റ് ഡയറ്റ് കൺട്രോളും പിന്നെ വ്യായാമം, എക്സസൈസ് ഇതൊക്കെ അതൊരു ക്ലാസ് എടുക്കാനുണ്ട്. PCODയുടെ ഡയറ്റ് ആൻഡ് റെജിമെന്റ് ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ. അന്ന് ഇതിന്റെ ബാക്കി ഡോസും പൊട്ടൻസി കാര്യങ്ങളും കുറച്ചും കൂടി നമുക്ക് സംശയമുള്ളത്, നീ എന്തെങ്കിലും മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളും ഡയറ്റ് ആൻഡ് റെജിമെനെ കുറിച്ചും ഒക്കെ കൂടെ നമുക്ക് ഒരു ക്ലാസ് ഒരു ദിവസം വെക്കാം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ മാഡം, ഇപ്പൊ എത്ര പേരുണ്ട്? ദൈവമേ, 45 പേര് ഉറങ്ങാതിരിക്കുന്നതിൽ വളരെ താങ്ക്സ്. 55ഓളം വന്നിട്ടുണ്ടായിരുന്നു. ജയചന്ദ്ര ഡോക്ടറെ, നമുക്ക് നിത്യ ഡോക്ടർക്ക് നന്ദി കൂടി ഒന്ന് പറഞ്ഞാൽ. എന്തായാലും ഡോക്ടർ നിത്യയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറക്കം ഒഴിഞ്ഞ് ഊണും ഇല്ലാതെ ഇരിക്കും, അത് ഉറപ്പാണ്. എന്നിരുന്നാലും ഇന്നിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് ഇത്രയും വളരെ വിലയേറിയ ഒരു ക്ലാസ്സും ഉപദേശങ്ങളും ഒക്കെ തന്നതിന് വളരെ സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് നല്ല നല്ല ബോധവൽക്കരണങ്ങൾ തരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഡോക്ടറോട് വളരെയധികം, ഡോക്ടർക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് വന്നിട്ടുള്ള മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും വീണ്ടും പറഞ്ഞെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ വാക്ക് ചുരുക്കുന്നു. ഡോക്ടർക്ക് പ്രത്യേകമായും ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ നിത്യ ഡോക്ടറെ, എന്തായാലും നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിന്ന് കിട്ടി. കാരണം ഈ PCOD ഉള്ളവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതൊക്കെ നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ വളരെ ഇൻഫർമേഷൻ തരുന്ന കാര്യങ്ങളായിരുന്നു. അതുപോലെ ഒരുപാട്
ഡോക്ടർ വളരെ നല്ല രീതിയിൽ താങ്ക് യു മാഡം. ഓർത്താണ് നല്ല രീതിയിൽ പഠിച്ചാണ് ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് വിളമ്പി തന്നത്. ഇന്നത്തെ സദ്യ വളരെ നന്നായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് വൈൻഡപ്പ് ഇന്നത്തെ മലയാള സെഷൻ അവസാനിക്കും.